പ്രേസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സജു ചെല്ലപ്പനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ സജു ചെല്ലപ്പനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എന്റെ പേര് പാസ്റ്റർ സജു ചെല്ലപ്പൻ. ഞാൻ പഞ്ചാബിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കുടുംബം, ഭാര്യ, 3 പെൺകുഞ്ഞുങ്ങൾ. ഭാര്യ ബോൺസി, മൂത്ത മകൾ സവാന, രണ്ടാമത്തെ മോൾ ലിബിന, മൂന്നാമത്തെ മോൾ ഹെലന. ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ കുടുംബം. ദേവദാസനെയും കുടുംബത്തെയും പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ തുടർമാനമായി സംസാരിക്കുന്നതിന് സമയം വേർതിരിച്ചു കൊള്ളുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രകാരം ഈ അരോമ ടിവിയിൽ ഒരു ജീവിത അനുഭവം പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകി തന്ന ആ വലിയ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഈ അരോമ ടിവിയുടെ നടത്തിപ്പുകാരനായ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, ഗുജറാത്ത്, പ്രിയ കർത്താവിന്റെ ദാസനും കുടുംബത്തോടുമുള്ള നന്ദിയെ ധരണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ അരോമ ടിവിയെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ വേണു, ട്രിവാൻഡ്രം, ആ കർത്താവിന്റെ ദാസനുള്ള നന്ദിയും ഞാൻ ഈ ധരണത്തിൽ അറിയിക്കുകയാണ്. ഈ അരോമ ടിവിയിൽ വരുന്ന അനേക സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. വളരെ അനേകർക്ക് വളരെ പ്രയോജനമാകുന്ന അനേകരുടെ ജീവിതത്തെ പല സാക്ഷ്യങ്ങളും, ജീവിതത്തെ തൊട്ടു നടത്തുന്ന പല സാക്ഷ്യങ്ങൾ ഇതിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുവാൻ, അനുഭവങ്ങൾ കേൾക്കുവാനും അത് ജീവിതത്തിൽ കുറച്ചുകൂടെ ഉറപ്പിക്കുവാനും എല്ലാം പല അവസരങ്ങളിലും ഇത് കഴിഞ്ഞിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ചില ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച് ദൈവനാമത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ബാല്യകാലം, മാതാപിതാക്കൾ, പപ്പയുണ്ട്, മമ്മിയുണ്ട്, 2 സഹോദരിമാരുണ്ട്. ഞാനാണ് കുടുംബത്തിലെ മൂത്ത മകൻ. ഞങ്ങൾ വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങളുടെ ബാല്യകാലം ഞങ്ങൾ കഴിഞ്ഞു പോയത്. കാരണം ഞങ്ങളെ എന്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ഹിന്ദുവാണോ അതുമല്ല, ക്രിസ്ത്യാനിയാണോ അതുമല്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു പരുവത്തിലാണ് എന്റെ ബാല്യകാലം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി അവിടെ നേർച്ച നടത്തുകയും അങ്ങനെയുള്ള പരിപാടികളെല്ലാം എന്റെ മാതാപിതാക്കൾ അവർ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടന്നുപോയി. ആ CSI ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടന്നു പോകുമ്പോഴും എന്റെ പിതാവ് എന്ന് പറയുന്നത് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. ഒരു സമാധാനവും ഇല്ലാതെ, കുടുംബത്തിനകത്ത് ഒരു സ്വസ്ഥതയും ഇല്ലാതെ, വളരെ അധികമായ ബുദ്ധിമുട്ടും വളരെ അധികമായ പ്രതികൂലത്തിൽ കൂടിയാണ് ഞങ്ങളെ ബാല്യകാലം ഞങ്ങൾ കഴിച്ചുകൂട്ടിയത്. കാരണം പിതാവ് ശരിക്കും ഒരു ക്രിസ്തീയ വിശ്വാസിയല്ല, മദ്യപാനിയാണ്. കൂട്ടുകാർ ചേർന്ന് മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും തല്ലുകയും അങ്ങനെ ഒത്തിരി വളരെ അധികമായ പ്രതിസന്ധികൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയായി. മാതാവ് ആദ്യമായി ക്രിസ്തുവിനെ അറിഞ്ഞു, ചർച്ചിലേക്ക് കടന്നു പോകുവാൻ തുടങ്ങി. ആ ചർച്ചിലേക്ക് കടന്നു പോകുന്ന സമയത്ത് പപ്പ ഒത്തിരി അധികമായി മാതാവിനെ ഉപദ്രവിക്കുകയും ഒത്തിരി അധികമായി പ്രതികൂലത്തിന്റെ നടുവിലേക്ക് മാതാവിനെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ എന്റെ മാതാവിന്റെ വിശ്വാസവും അവരുടെ പ്രത്യാശയും കർത്താവ് അവരെ ഉറപ്പിച്ചു, ദൈവത്തിന്റെ സന്നിധി നിർത്തി. എന്റെ 12ാമത്തെ വയസ്സിൽ എനിക്ക് സ്നാനമെടുക്കുവാൻ കർത്താവ് അവസരം നൽകി. ആ സ്നാനം എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. ആ സ്നാന ദിവസത്തിലുണ്ടായ അനുഭവം. അന്നു മുതൽ എന്റെ ജീവിതത്തെ ഞാൻ എന്റെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. പ്രൈസ് ദി ലോർഡ്.
കാരണം ഞാൻ 12ാമത്തെ വയസ്സിൽ സ്നാനത്തിന് വേണ്ടി ഞങ്ങൾ കടന്നു പോകുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റില് കുണ്ടമൻ ഭാഗം എന്ന് പറയുന്ന കുണ്ടമൻ കടവ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു ആറ്റിലാണ് ഞങ്ങൾ സ്നാനത്തിന് വേണ്ടി ഏകദേശം 6 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ സ്നാനത്തിന് വേണ്ടി കടന്നു വന്നത്. പക്ഷെ സ്നാനം വളരെ അനുഗ്രഹമായിരുന്നു. സ്നാനപ്പെട്ട് ഞങ്ങൾ കരയിലേക്ക് കയറിയപ്പോൾ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ കടന്നു വരികയും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, അന്ന് ഞങ്ങൾ കുഞ്ഞു പിള്ളേരായിരുന്നു, ദേവദാസന്മാരെയും കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാം വളരെയധികമായി മർദ്ദിക്കുകയും ഞങ്ങൾ യാത്ര ചെയ്ത ആ വാഹനത്തെ അടിച്ച് ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് വല്ലാത്ത ഒരു വിഭ്രാന്തി ഉണ്ടാക്കി. ഹല്ലേലൂയ, ഒരു മറക്കാനാകാത്ത ഒരു അനുഭവമായി എനിക്കത് ഹല്ലേലൂയ ഓർത്തു വയ്ക്കുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ആരും ഒരു കേസിനോ വഴക്കിനോ ഒന്നും പോകാതെ, ഒരു ഹോസ്പിറ്റലിൽ പോലും ആരും പോകാതെ ആ രക്തം ഒലിക്കുന്ന അവസ്ഥയിൽ തന്നെ ഹല്ലേലൂയ ദൈവാലയത്തിലേക്ക് ഞങ്ങൾ മടങ്ങിച്ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനിടയായി. അന്ന് ആ പകൽക്കാലം തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞാനും മാതാവും എന്റെ 2 സഹോദരിമാരും കൂടെ ഇങ്ങനെ ആലയത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകും. എന്നാൽ പിതാവ് തികഞ്ഞ ഹല്ലേലൂയ മദ്യപാനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ ഒരിക്കലും ഒരു സമാധാനം ഞങ്ങൾക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് രാത്രി ആരാധനകൾക്ക് ഞങ്ങൾ ഭവനത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു വാതിൽ കുട്ടി പുള്ളിക്കാരൻ അകത്തങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഞങ്ങൾ പല മഴ സമയങ്ങളിൽ മഴ നനഞ്ഞ് പുറത്തു കിടന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല സമയത്ത് ഞങ്ങൾ ആഹാരം പാചകം ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗിലേക്ക് കടന്നു പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ആ ആഹാരം കഴിക്കാൻ പറ്റാത്ത നിലയിൽ ആ ആഹാരത്തെ ആക്കി വെക്കും. ആ ഒരു അവസ്ഥയിൽ കൂടെ ഞങ്ങളെ ക്രിസ്തീയ ജീവിതം കഷ്ടതയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ ആരംഭിച്ചു. അങ്ങനെ കഴിഞ്ഞുപോയി. എന്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ എന്റെ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം. ഞാൻ ദേവദാസനോട് പറഞ്ഞു എനിക്ക് ബൈബിൾ കോളേജ്. അപ്പോൾ ദേവദാസൻ എന്നോട് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ എങ്ങനെയാ ബൈബിൾ സ്കൂളിലേക്ക് വിടുന്നത്? എന്റെ പപ്പ അറിഞ്ഞു കഴിഞ്ഞാൽ വന്ന് എന്നെ തല്ലും. അത് കാരണം എനിക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ പിന്നെ എന്റെ ഒരു ചിറ്റപ്പനോട് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ കൊണ്ടാക്കുക, എനിക്ക് ദൈവവചനം പഠിക്കണം, എനിക്ക് പഠിക്കണ്ട, എനിക്ക് ദൈവവചനം പഠിക്കണം, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം, എനിക്ക് സുവിശേഷ വേല ചെയ്യണം. ഇതാ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ ചിറ്റപ്പനും എന്നോട് പറഞ്ഞു, മോനെ പപ്പ പ്രശ്നം ഉണ്ടാക്കും, ഇപ്പോൾ തന്നെ ഇത്രയും പ്രശ്നത്തിലാണ്, നീ ഇതും കൂടെ അറിയുമ്പോൾ ആകെ പ്രശ്നമാകും. ഞാൻ അവരെ നിർബന്ധിച്ചു. എന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ എന്റെ പാസ്റ്ററും എന്റെ കൊച്ചപ്പനും കൂടെ എന്നെ റാന്നി ഫെയ്ത്ത് ബൈബിൾ കോളേജ് പാസ്റ്റർ ബാബു ജോർജിന്റെ ആ സ്ഥാപനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ പോയത് എന്റെ പപ്പ അറിഞ്ഞിട്ടില്ല. ഞാൻ കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് അറിവ് കിട്ടിയ ഉടനെ തന്നെ എന്റെ പാസ്റ്റർ അടുത്ത് പോയി പാസ്റ്ററെ മർദ്ദിക്കുവാൻ വേണ്ടി കടന്നു ചെന്നു. പാസ്റ്റർ വാതിൽ തുറന്നില്ല. ഒത്തിരി അസഭ്യങ്ങൾ, ഒത്തിരി വേണ്ടാത്തനങ്ങളെല്ലാം അവിടെ ചെന്ന് വിളിച്ചു പറഞ്ഞ് ദേവദാസനെ ഒത്തിരി വിഷമിപ്പിച്ച് താൻ മടങ്ങിപ്പോന്നു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്തും ഞാൻ അവിടെ ബൈബിൾ കോളേജിലായിരുന്നു. ചില ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. അപ്പോൾ എന്നെ കാണുന്നത് ഒത്തിരി അധികമായ എതിർപ്പുകൾ ഉണ്ടായി. എന്നാൽ 3 വർഷം എനിക്ക് ആ ബൈബിൾ സ്കൂളിൽ പഠനം പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ എനിക്ക് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ കഴിയുമെന്ന്. അത്രയധികമായ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. കാരണം എനിക്ക് ഭവനത്തിൽ നിന്ന് പറയുവാൻ ഒരു ബാക്ക് സപ്പോർട്ട് എനിക്കില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് മാത്രമാണ് എനിക്കുള്ളത്. അല്ലാതെ വേറെ ഒരു പിതാവിൽ നിന്ന് ഒരു സ്നേഹമോ അങ്ങനെ ഒരു കരുതലോ ആ സമയത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല. ആ കാരണം ഞാൻ ബൈബിൾ കോളേജിൽ കടന്നുപോയി. അവിടെ ചെന്ന് ഞാൻ വളരെയധികമായി ബുദ്ധിമുട്ടി. ഒരു സോപ്പ് മേടിക്കുവാൻ നിവർത്തിയില്ലാതെ, ഒരു പേസ്റ്റ് മേടിക്കുവാൻ നിവർത്തിയില്ലാതെ ഞാൻ വളരെയധികമായി അവിടെ കഷ്ടം സഹിച്ചു. ആ സമയത്ത് എല്ലാവരും നല്ല വസ്ത്രങ്ങളും നല്ല ഷർട്ടുകളൊക്കെ ഇട്ട് കൂടെയുള്ള സഹോദരന്മാരൊക്കെ വരുമ്പോൾ എന്റെ മനസ്സിനും വളരെ ആഗ്രഹം, കർത്താവേ എനിക്കും ഒരു നല്ലൊരു ഷർട്ട് കിട്ടിയെങ്കിൽ എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ വെച്ചു. ഒരു ദിവസം ഞാൻ പ്രഭാതത്തിൽ ഞാൻ വചനം വായിച്ചപ്പോൾ വചനം എന്നോട് സംസാരിക്കുന്നു, നീ ഉടുപ്പിനെ കുറിച്ച് നീ വിചാരപ്പെടണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അന്ന് എനിക്ക് 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ 17ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തോട് ചിന്തിച്ചു, കർത്താവേ ഞാൻ ഒരു ഉടുപ്പുണ്ടോന്ന് ചിന്തിച്ചതും തെറ്റാണോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം ഒന്ന് കരുതി വെച്ചിട്ടാണ്
ദൈവം പറഞ്ഞത് നീ അതിനെക്കുറിച്ച് വിചാരപ്പെടണ്ട എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഡോർമെട്രിയിൽ നിന്ന് ഞാൻ ചാപ്പലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ ആ ചർച്ചിലെ, ഞങ്ങൾ അവിടുത്തെ ഈ ചർച്ചിലെ ഒരു ദേവദാസ, ഒരു സഹോദരൻ, ഹല്ലേലൂയ, ഒരു ഷർട്ടുമായി, ഒരു വെള്ള ഷർട്ടും മേടിച്ച് അവിടെ പുള്ളി ആ സ്റ്റേക്കേസ് കയറി മുകളിലേക്ക് കടന്നു വരികയാണ്. എന്നെ കണ്ടവരുടെ സജി ബ്രദറെ എന്തുകൊണ്ട് വിശേഷം, സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് എനിക്ക് നിങ്ങൾക്ക് ഒരു ഷർട്ട് മേടിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ഷർട്ട് ഞാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ ഇത് കൊണ്ടുവന്നതാണ്, ഇട്ട് നോക്കുക, ഭാഗമായോ എന്ന് നോക്ക് എന്ന് പറഞ്ഞു. അതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ 3 വർഷം ഞാൻ അവിടെ പഠിച്ചു. എനിക്ക് അന്നത്തെ അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് 7500 രൂപയാണ് അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്. ഞങ്ങളെ ബൈബിൾ കോളേജിന്റെ പേര് ഫെയ്ത്ത് ബൈബിൾ കോളേജ് എന്നാണ്. പക്ഷെ അവിടെ ആ ഫെയ്ത്ത് എന്താണെന്ന് എനിക്ക് ശരിക്കും 3 വർഷം കൊണ്ട് അവിടെ നിന്ന് പഠിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. ഞങ്ങളെ പഠിപ്പിച്ചു. വിശ്വാസം എന്താണെന്ന് കർത്താവ് ഞങ്ങളെ അവിടെ എന്നെ പഠിപ്പിച്ചു. ഈ സമയത്ത് ഞാൻ ദൈവസ്ഥാനിൽ വളരെയധികമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിരന്തരമായി ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഒരിക്കൽ ഞങ്ങളെ ബൈബിൾ കോളേജിലെ ചില അനുഭവങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് ഹല്ലേലൂയ ഞാൻ മുന്നോട്ട് വരാം. കാരണം അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. ഞങ്ങളെ പ്രിൻസിപ്പാളിനോട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ ആവശ്യങ്ങൾ പറയുമ്പോൾ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചു മേടിക്കുക. അതാണ് സാറിന്റെ ഹല്ലേലൂയ മനോഭാവം. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾക്ക് എന്നും രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ ചെയിൻ പ്രയർ ഉണ്ട്. ഈ 4 പേര് കൂടുന്ന ഒരു ടീമിന്റെ ചെയിൻ പ്രയർ ഉണ്ട്. ഈ സമയത്ത് ഞങ്ങൾക്ക് അവിടെ കഞ്ഞി വയ്ക്കുവാൻ വിറകില്ല. ഞങ്ങൾ വളരെയധികമായി വിഷമിച്ചു. പേപ്പറുകളും അതും ഇതെല്ലാം വെച്ച് ഞങ്ങൾ തീ കത്തിച്ച് ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി ഒരു പരുവത്തിന്. അല്ലെങ്കിൽ അടുത്തിനി ഞങ്ങൾക്ക് കത്തിക്കുവാൻ വിറകില്ല. ഞങ്ങൾ സാറിനോട് പറഞ്ഞു, സാറേ നമുക്കിവിടെ വിറകില്ല, എന്ത് ചെയ്യും? അപ്പോ സാർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ചെയിൻ പ്രയർ ദിവസത്തിൽ ഞങ്ങൾ എല്ലാവരും ഈ വിഷയം എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഇതുപോലെയും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമോ? ഹല്ലേലൂയ. അർദ്ധരാത്രി 1 മണി ആയപ്പോൾ ഹല്ലേലൂയ ഞങ്ങളെ ഗേറ്റിൽ വന്ന്, ഹല്ലേലൂയ, ആ സമയത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റിൽ വന്ന് ഹല്ലേലൂയ ആരാണ്ട് മുട്ടുന്നുണ്ട്. ഹല്ലേലൂയ സഹോദരന്മാർ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഞങ്ങളെ അടുത്ത് കോളേജിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ടയർ കടയാണ്. ഹല്ലേലൂയ, പഞ്ചറൊട്ടിക്കുന്ന ഒരു ടയർ കട. ആ ടയർ കടയിലെ ഉടമസ്ഥനാണ് വന്ന് വിളിക്കുന്നത്. ഇതേപോലെ ഒരു വലിയൊരു ലോഡ് വിറക് കയറ്റി വന്ന ഒരു ലോറി ആ കോളേജിന്റെ ഫ്രണ്ടിൽ വന്നപ്പോ അത് പഞ്ചറായി. അതിന്റെ ടയർ മാറ്റണമെങ്കിൽ, അത് പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ അതിന്റെ പകുതി ഭാരം കുറച്ചാലേ ആ സാധനം, ആ പഞ്ചർ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഈ സാധനം എവിടെ മാറ്റും? അത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോളേജിന്റെ അല്പം കുറച്ച് ഗ്രൗണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് സ്ഥലമുള്ളൂ, അവിടെ ഇറക്കാൻ പെർമിഷൻ തരുമോ എന്നാണ് ചോദിക്കാൻ വന്ന് വിളിച്ച് ചോദിച്ചത്. സാറിന് ഭയങ്കര സന്തോഷമായി, ഇറക്കിക്കോളാൻ പറഞ്ഞു നമ്മളെ എല്ലാ തടിയും ഇങ്ങോട്ട്. അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ തടികളും ഞങ്ങളെ കോളേജിന്റെ ക്യാമ്പസിലേക്ക് അവിടെ ഇറക്കിയിട്ട് ആ പഞ്ചർ ഒട്ടിച്ച് വന്നപ്പോൾ ഏകദേശം പ്രഭാതമായി. അപ്പോൾ ആ ലോറി ഡ്രൈവർ പറഞ്ഞു, സാറേ, ഇനി ഇത് തടി വണ്ടിയിലേക്ക് കയറ്റണമെങ്കിൽ യൂണിയൻകാരെ വിളിക്കണം. അവര് വന്നു കഴിഞ്ഞാൽ ഈ തടിയെക്കാട്ടിയും പൈസ അവര് ചോദിക്കും. നിങ്ങൾ എന്തെങ്കിലും തുച്ഛമായ എന്തെങ്കിലും തന്നിട്ട് ഈ വിറക് എടുത്തോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാർ എന്തോ തുച്ഛമായ ചില അല്പം നന്മ കൊടുത്തിട്ട് ആ വിറവ് ഞങ്ങൾക്ക് വന്നതില്ലാത്ത ഞങ്ങൾക്ക് സന്തോഷം. ആ പ്രഭാതത്തിൽ തന്നെ എല്ലാവരും കൂടെ ഇറങ്ങി ആ വിറവുകളെല്ലാം പറക്കി ഞങ്ങൾ സ്റ്റോർ റൂമിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളെ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഞങ്ങൾക്ക് കഞ്ഞി വയ്ക്കുവാൻ അവിടെ അരിയില്ല. അപ്പോഴും ഞങ്ങൾ സാറിനോട്, സാറേ അരിയില്ല, എന്ത് ചെയ്യും? സാറ് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അന്ന് ഹല്ലേലൂയ വിശ്വാസത്താൽ ഞങ്ങളെ സഹോദരങ്ങൾ ഹല്ലേലൂയ അടുപ്പത്ത് വെള്ളമിട്ടു, ഹല്ലേലൂയ തീ കത്തിച്ചു. അന്ന് വിറവുണ്ട്, അരിയില്ല. തീ കത്തിച്ചു, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ക്ലാസ് വെച്ചില്ല.
എല്ലാ സാറുമാരും കുട്ടികളും എല്ലാം കൂടെ ചാപ്പലിൽ കയറി ദേവസ്ഥലിൽ മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്കറിയുവാൻ ഞങ്ങൾ അവിടെ റേഷൻ അരി എന്താണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്, ചോറ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് 2 ചാക്ക് ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ചാക്ക് കുത്തരി ഒരു സഹോദരൻ ഞങ്ങളെ കോളേജിന് വേണ്ടി സ്പോൺസർ ചെയ്തു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വെറും മറക്കാനാകാത്ത മറ്റൊരു അനുഭവമാണ്. ഇങ്ങനെ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് ഞങ്ങളെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. എന്റെ ഹല്ലേലൂയ 3 വർഷത്തെ പഠനത്തിന്റെ അവസാന നിമിഷം, അവസാനത്തെ എക്സാം എനിക്ക് എഴുതുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ഹല്ലേലൂയ. കാരണം ഫീസ് അടയ്ക്കാത്തതുണ്ട്. അന്ന് 7,500 രൂപ മാത്രം 3 വർഷത്തെ ഫീസ് അടച്ചാൽ മതി. ഈ 7,500 രൂപ അടയ്ക്കുവാൻ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ വിഷമിച്ച് ഞാൻ അതിൽ പരീക്ഷാ ഹാളിൽ നിന്ന് എന്നെ പുറത്താക്കി. ഞാൻ അവിടെ എങ്ങനെ നിൽക്കുമ്പോൾ എന്റെ പ്രിൻസിപ്പാള് ഹല്ലേലൂയ കടന്നു വന്നു, സംസാരിച്ചു. എന്താ പറ്റി, എന്താ പരീക്ഷ എഴുതാൻ? ഞാൻ പറഞ്ഞു, സാറേ ഫീസ് അടച്ചില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി അടുത്ത ഫീസ് അടച്ചിട്ട് അടുത്ത വർഷം പരീക്ഷ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെയധികമായ വിഷമിച്ചു. ഞാൻ ദൈവത്തിൽ ഞാൻ കരഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ സാറ് ഓഫീസിൽ ചെന്നിട്ട് എന്നെ വിളിപ്പിച്ചു. ഞാൻ ഓഫീസിലേക്ക് ചെന്നു. അപ്പോൾ തന്റെ പോക്കറ്റിൽ നിന്ന് ഹല്ലേലൂയ 7,500 രൂപ എടുത്ത് രജിസ്ട്രാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാനിപ്പോൾ സജുവിന്റെ ഫാദറിന്റെ സ്ഥാനത്ത് നിന്ന് സജുവിന്റെ ഫീസ് അടക്കിയാണ് പരീക്ഷയ്ക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ അവിടെ പഠിച്ചു. ഹല്ലേലൂയ 3 വർഷം തികച്ചു. ഹല്ലേലൂയ ഗ്രാജുവേഷൻ നടത്തി. ഈ ഗ്രാജുവേഷൻ സമയത്ത് ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തോട് ഞാൻ തീരുമാനിച്ചു, കർത്താവേ, ഞാൻ എവിടെ കടന്നു പോകണം, ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങ് വ്യക്തമായി എന്നോട് സംസാരിക്കണം. ഞാൻ ദൈവത്തിന് നിരന്തരമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ ഗ്രാജുവേഷൻ സമയത്ത് അത് അവിടെ പബ്ലിക്കായി പറയണം. അടുത്ത് തുടർന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്, മനുഷ്യക്കുവാണോ, തുടർന്ന് പഠിക്കുവാൻ പോവുകയാണോ, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നവിടെ പറയണം. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, ഞാൻ നിന്നെ ദൂരത്തെ ജാതികളുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കും. ഞാൻ വചനത്തിന്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം ഞാൻ ഹല്ലേലൂയ സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷം കേട്ടിട്ടില്ലാത്ത, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കടന്നു പോകും എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു. ഗ്രാജുവേഷൻ സമയത്ത് ഞാൻ എല്ലാവരുടെ മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകണം. ഹല്ലേലൂയ. വളരെ മനോഹരമായി രീതിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. എല്ലാവരും, എല്ലാ സ്റ്റുഡൻസുകളും ഹല്ലേലൂയ മടങ്ങി ഭവനത്തിലേക്ക് പോയി. ഞാൻ ഹല്ലേലൂയ എന്റെ പ്രിൻസിപ്പാളിന്റെ കൂടെ അവിടെ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ സാറിനോട് ഞാൻ 3 മാസം ഞാൻ സാറിന്റെ കൂടെ ആ കോളേജിൽ ഞാൻ പാർത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകണം. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പരിചയമുള്ള ഏതെങ്കിലും ഒരു ദേവദാസന്റെ കോണ്ടാക്ട് നമ്പർ എനിക്ക് തരണം. എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് വിടണം. സാറിനോട് പറഞ്ഞിട്ടാ, ഇയാൾ അവിടെ ചെന്നിട്ട് എന്നാ കാണിക്കാനാ, ഇയാൾക്ക് ഒന്നും ഭാഷ അറിയത്തില്ല, 2 ഇയാൾക്ക് ആരാ സഹായിക്കുന്നേ, പിന്നെ ഇയാൾ അവിടെ ചെന്നിട്ട് എന്നാ ചെയ്യും, ഇയാൾ എന്നോട് കൂടെ ഇപ്പൊ ഇവിടെ താമസിക്കുക, ഒരു സെക്ഷനൊക്കെ നോക്കി ഇവിടെ എന്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറേ, എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകണം. ഞാൻ വളരെയധികമായ സാറിനെ ഞാൻ ഹല്ലേലൂയ ബുദ്ധിമുട്ടിച്ചു. അവസാനം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ ഞാനൊരു കോണ്ടാക്ട് തരാം, ആ നമ്പറിൽ വിളിക്ക്, അവര് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട്, ഹല്ലേലൂയ സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ക്രമീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ ഹല്ലേലൂയ ദേവാസൻ പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു ദേവാസനാണ്, ഞാൻ ഇത്രാം തീയതി നാട്ടിലേക്ക് വരുന്നുണ്ട്, ഹല്ലേലൂയ താല്പര്യമുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആ മെസ്സേജ് സാറിന് ഞാൻ കൈമാറി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, സാറേ, ഇത്രാം തീയതി താൻ വരുന്നു, ഇത്രാം തീയതി മടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇനി ടിക്കറ്റ് എടുക്കാനുള്ള പൈസയും കൂടെ തരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാറിനോട് പറഞ്ഞു, ഹല്ലേലൂയ സാറ് എനിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ തന്നു. പൈസ തന്നിട്ട് ഹല്ലേലൂയ എനിക്കൊരു വലിയൊരു സൂട്ട് കേസ് എനിക്ക് തന്നു. 1-2 ഷർട്ടുകളും പാന്റുകളൊക്കെ തന്നു. ഒരു ബെഡ്ഷീറ്റും തന്നു. ഇതും കൊണ്ടാണ് എന്റെ ആദ്യത്തെ മിഷണറി യാത്ര ഞാൻ പഞ്ചാബിലേക്ക്, ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദേവദാസനുമായി ഞാൻ ഇവിടേക്ക് ഞാൻ ബൈബിൾ കോളേജിലേക്ക് കടന്നു വന്നു. വളരെയധികമായ പ്രതികൂലങ്ങൾ, വളരെയധികമായ ബുദ്ധിമുട്ടുകൾ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, മലയാളം മാത്രം പറയാൻ അറിയാവുന്ന എനിക്ക് ഈ നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഹിമാചലിലേക്കാണ് ഞാൻ കടന്നു വന്നത്.
ഹിന്ദി എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും തലയിൽ കയറാത്തതും ഒരിക്കലും മനസ്സിലാകാത്തതും ഒരിക്കലും ഇഷ്ടമില്ലാത്തതുമായ ഒരു ഭാഷയായിരുന്നു എനിക്ക് ഹിന്ദി. ഞാൻ സ്കൂളിലായിരുന്ന ഞാൻ ഹിന്ദി ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല. കാരണം എനിക്ക് അത്രയും മാത്രം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ ഹിന്ദി എന്ന് പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ, നോർത്ത് ഇന്ത്യയിലേക്ക്, പഞ്ചാബിലേക്ക്, ഹിമാചലിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഹിന്ദിയുടെ ഒരു വാക്കുകളും എനിക്കറിയത്തില്ല. ചില ദിവസങ്ങളിൽ ഒരു ദേവാസനോട് താമസിച്ചു. ഹല്ലേലൂയ, കുറെ എല്ലാം അവിടെ നിന്ന് ഞാൻ ഹിന്ദിയൊക്കെ പഠിച്ചു. അതിനുശേഷം ഒറ്റയ്ക്ക് ഹല്ലേലൂയ ഒരു റൂം എടുത്ത് ഹല്ലേലൂയ അവിടേക്ക് എന്നെ മാറ്റി. ആ സമയത്ത് വളരെയധികമായ എനിക്ക് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. കാരണം ഒന്നും പറയുവാനറിയത്തില്ല. കടകളിൽ ചെന്ന് സാധനം മേടിക്കുവാൻ ചെന്ന് എല്ലാ സാധനവും ഞാൻ ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ തൊട്ട് കാണിക്കും, ഇന്ന സാധനം എനിക്ക് വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ അതിന്റെ പേര് പറയും, ഞാനത് മലയാളത്തിൽ ഞാൻ എഴുതി വെക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ആ സമയത്ത് ഹല്ലേലൂയ ഇവിടെ അടുത്തൊരു ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസം നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഞാൻ എന്നെ നോർത്ത് ഇന്ത്യക്ക് കൊണ്ടുവന്ന ദേവദാസനോട് കൂടെ ഞാൻ 21 ദിവസത്തെ ഉപവാസം പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ ഈ ചർച്ചിലേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ആ ദിവസത്തെ ദേവദാസൻ എന്നും എന്നോട് പ്രസംഗിക്കാൻ പറയും. ഞാൻ ഈ 21 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ 21 ദിവസം ഉപവാസം കഴിയുമ്പോൾ എനിക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഞാൻ അപ്പോ ആ ദിവസം 1-ാം ദിവസവും ഞാൻ ഹല്ലേലൂയ മലയാളത്തിൽ പ്രസംഗിച്ചു. രാവിലെയും വൈകുന്നേരവും മലയാളത്തിൽ പ്രസംഗിച്ചു. ആ ദേവദാസൻ ട്രാൻസ്ലേഷൻ ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഉപവാസത്തിന്റെ 7-ാം ദിവസം ഞാൻ മലയാളം ബൈബിളും കൊണ്ട് ഞാൻ പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു. ട്രാൻസ്ലേഷന് വേണ്ടി അവിടുത്തെ ദേവദാസന് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ എല്ലാവർക്കും ജയ്മസിക്ക് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ട്രാൻസ്ലേഷന് വേണ്ടി എഴുന്നേറ്റുന്ന ദേവദാസൻ അവിടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജനമെല്ലാം വളരെ സന്തോഷത്തിലായി. ഹല്ലേലൂയ പ്രസംഗം കഴിഞ്ഞു. ഹല്ലേലൂയ പ്രാർത്ഥന കഴിഞ്ഞു. ഹല്ലേലൂയ അവിടുത്തെ വിശ്വാസികളൊന്നും പാസ്റ്റർക്ക് ഇത്രയും നല്ല ഹിന്ദി പറയാൻ അറിയാമായിരുന്നല്ലോ, എന്നിട്ട് എന്തിനാ പാസ്റ്റർ ഇവിടെ മലയാളം പ്രസംഗിച്ചത്? ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇത് കർത്താവ് എന്നെ കൊണ്ട് പറയിച്ചു, ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് മലയാളം പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പ്രസംഗിക്കുവാൻ ഇഷ്ടം എനിക്ക് ഹിന്ദിയാണ്. കാരണം മലയാളം ഞാൻ പഠിച്ച് ഞാൻ ഹല്ലേലൂയ പ്രസംഗിക്കുന്നതും ഹല്ലേലൂയ ഹിന്ദി എന്നെ കർത്താവ് പഠിപ്പിച്ചതും. പ്രൈസ് ദി ലോർഡ്. അല്ലെ, കർത്താവ് എന്നെ പഠിപ്പിച്ചത്, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത എന്നെ ഹല്ലേലൂയ കർത്താവ് അത് പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തുടക്കമായി. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് റൂമിൽ. പെട്ടെന്ന് ശരീരത്തിൽ ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന അസുഖം വന്ന് വ്യാപിച്ചു. മുഴു ശരീരവും ഹല്ലേലൂയ വലിയ വലിയ കുമറുകൾ പോലെ പൊങ്ങി. എനിക്ക് ഒരു ആഹാരം പോലും കഴിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ഞാൻ അവിടെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ ഒന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ ഒരാഴ്ച ഞാൻ ആ വീട്ടിൽ ഹല്ലേലൂയ കഴിഞ്ഞുകൂടി. ആരുമായിട്ട് ഒരു സഹകരണമില്ല. ആരടുത്ത് പോകാൻ കഴിയുന്നില്ല. ആരെയും വിളിക്കുവാൻ കഴിയുന്നില്ല. കാരണം അന്ന് വിളിക്കാനൊന്നും ഫോൺ സൗകര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഫോൺ ചെയ്യണമെങ്കിൽ തന്നെ ഏതെങ്കിലും STD ബൂത്തിൽ ചെന്ന് വിളിക്കണം. അതുവരെ പോകാനുള്ള ശാരീരിക സൗഖ്യമില്ല. അങ്ങനെ ഹല്ലേലൂയ ഒരു അനാഥനെ പോലെ ഹല്ലേലൂയ അവിടെ കഴിഞ്ഞുകൂടുവാൻ സഹായിച്ചു ദൈവം. അവിടെ സഹായിച്ചു. എന്നാൽ ആ സമയത്ത് ദൈവത്തിന്റെ ആ കരം ഹല്ലേലൂയ അവിടെ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ കരുതൽ മനസ്സിലാക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. മിനിസ്ട്രിയുടെ ആരംഭഘട്ടത്തിൽ ഹല്ലേലൂയ ആ സമയത്ത് അവിടുന്ന് ഒരു സൈക്കിൾ കിട്ടി. ആ സൈക്കിളിലായിരുന്നു എന്റെ മിനിസ്ട്രി ആദ്യം ഞാൻ ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രാവിലെ ബാഗ് നിറച്ച് ട്രാക്ടർ എടുത്ത് ട്രാക്ടറുകൾ നിറച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ഗോസ്പൽ പാക്കറ്റും കോമിക്സും ന്യൂ ടെസ്റ്റ്മെന്റും എല്ലാം ബാഗിൽ നിറച്ച് ഹല്ലേലൂയ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകും. ഗോസ്പൽ പാക്കറ്റിന് 1 രൂപ, കോമിക്സിന് 10 രൂപ, ന്യൂ ടെസ്റ്റ്മെന്റിന് 5 രൂപ. ഇത് സെയിൽ ചെയ്താണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഹല്ലേലൂയ വന്ന് എന്തെങ്കിലും കിട്ടിയാൽ അരി മേടിച്ച് കഞ്ഞി വെക്കാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ പല സമയങ്ങളിൽ ഒരു ഗോസ്പൽ പാക്കറ്റ് പോലും വിൽക്കാതെ വന്ന അവസ്ഥ ആ ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അടുത്തൊക്കെ ഉള്ള ഹാൻഡ് പമ്പിൽ നിന്ന് വെള്ളം അടിച്ചു കുടിക്കുകയും ഹല്ലേലൂയ മാവിൻ ചുവട്ടിൽ നിന്ന് മാങ്ങ പറിച്ച് കഴിക്കുകയും മൽബറിയുടെ കായ്കൾ പറിച്ച് ഹല്ലേലൂയ പറിച്ച് കഴിച്ച് ഹല്ലേലൂയ വിശപ്പടക്കി ഹല്ലേലൂയ മടങ്ങി വന്ന
ദിവസങ്ങൾ ഒത്തിരി ഉണ്ട്. മടങ്ങി വരുമ്പോൾ വിയർത്തൊലിച്ചു വരുന്ന ആ ഡ്രസ്സ് ഒന്ന് കഴുകിയിടാൻ ഒരു സോപ്പ് മേടിക്കുവാൻ നിർവാഹമില്ലാതെ ഹല്ലേലൂയ ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടി. ആ സമയത്തും എന്റെ മനസ്സിനകത്തുള്ള ആഗ്രഹം, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ആ താല്പര്യം എന്റെ അകത്ത് ഇങ്ങനെ കടന്നുകൂടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ 3 വർഷം ഞാൻ ഹിമാചലിൽ ഹല്ലേലൂയ കർത്താവിന്റെ അനേക ഗ്രാമങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ, കർത്താവിന്റെ വചനവുമായി ഹല്ലേലൂയ കടന്നു ചെല്ലുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് നാട്ടിലേക്ക് വരേണ്ടതായ ഒരു അവസ്ഥ വന്നു. എന്റെ കുടുംബത്തിന്റെ ഭവനത്തിനകത്ത് വളരെയധികമായ ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥ എന്റെ ഭവനത്തിൽ ഉണ്ടായി. എനിക്കിവിടെ നിൽക്കുവാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് എന്റെ ഹല്ലേലൂയ നാട്ടിലെ അവസ്ഥ മാറി. വീട്ടിൽ ഹല്ലേലൂയ വളരെയധികമായ ഒരു പ്രശ്നം ഉണ്ടായി. എന്റെ പപ്പയും മമ്മിയും സഹോദരിമാരും ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ഭവനം കടന്നുപോയി. എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ പിതാവിൽ നിന്നുള്ള പീഡനങ്ങൾ കാരണം ഹല്ലേലൂയ പ്രായപൂർത്തിയായ എന്റെ സഹോദരിമാരെയും കൊണ്ട് ഹല്ലേലൂയ എന്റെ അമ്മയ്ക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ഹല്ലേലൂയ എന്റെ ഹൃദയം തകർന്നു പോയി. ഹല്ലേലൂയ കർത്താവേ, ഞാൻ ഇനി എങ്ങനെ വേല ചെയ്യും? ഹല്ലേലൂയ എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കും? ഹല്ലേലൂയ അങ്ങനെ വല്ലാത്ത ഒരു വിഷമത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഹല്ലേലൂയ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ അവിടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ പല മീറ്റിംഗിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നോട് സംസാരിക്കും. നിന്നെ ഹല്ലേലൂയ നട്ടത് എവിടെ? നീ ഇപ്പോൾ വളരുന്നത് എവിടെ? ഹല്ലേലൂയ ആ സമയത്ത് എന്റെ അകത്ത് ഹല്ലേലൂയ ഒരാൾ വന്ന് എന്നെ തള്ളുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെട്ടു. ആ സമയത്ത് എന്റെ സഹോദരി ഹല്ലേലൂയ അവിടെ കാർബോർഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ അവൾ ജോലിക്ക് പോയി. അവിടുന്ന് അവർ 800 രൂപ എനിക്ക് കടം മേടിച്ച് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഹല്ലേലൂയ നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൊക്കോ, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം, നീ പൊക്കോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൊക്കോ എന്ന് പറഞ്ഞ ആ 800 രൂപ തന്നു. അന്ന് ടിക്കറ്റിന് 637 രൂപയാണ് അന്നത്തെ ടിക്കറ്റിന്റെ വില. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ 637 കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ബാക്കി പൈസ ഉണ്ടതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ തിരിച്ച് പഞ്ചാബിലേക്ക് ഹല്ലേലൂയ യാത്രയായി പഞ്ചാബിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ വളരെയധികമായ ഹല്ലേലൂയ ബുദ്ധിമുട്ട് ഇവിടെ കടന്നു വന്ന് ഞാൻ അനുഭവിച്ചു. ഇവിടെ കടന്നു വന്ന് ഹല്ലേലൂയ കിടക്കുവാൻ ഒരു സ്ഥലമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കടന്നു വന്ന് ഞാൻ ഒരു റൂം അന്വേഷിച്ചു. ഒരു സഹോദരൻ, ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ച് കർത്താവിനോട് വന്ന് അന്വേഷിക്കുമ്പോൾ എനിക്ക് നല്ലൊരു റൂം നൽകണം, കാരണം അല്പം ഭാഷ അറിയാം, അത് കാരണം സംസാരിച്ച് നിൽക്കുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരോട് സംസാരിച്ചു. അദ്ദേഹം ഒരു ബോംബെക്കാരനായിരുന്നു. മലയാളികളെയൊക്കെ ഒത്തിരി പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹം എനിക്ക് ഒരു റൂം തന്നു. താല്പര്യമുണ്ടെങ്കിൽ ആ റൂം എടുത്തോളാം. ഞാൻ നോക്കിയപ്പോൾ 2ാം നിലയിലാണ്, ഒറ്റ റൂമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമാണ്. ആ റൂം എടുത്തു. അങ്ങനെ ആ റൂമിൽ ഞാൻ പ്രാർത്ഥന തുടങ്ങി. ഹല്ലേലൂയ നിലത്ത് ന്യൂസ് പേപ്പർ വിരിച്ച് പ്രൈസ് ദി ലോർഡ് അവിടെയാ ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് വീട്ടുടമസ്ഥയിലേക്ക് കടന്നു വന്ന് നോക്കുമ്പോൾ തറയിലാ കിടക്കുന്ന ചോദിച്ചും എന്താ ഇങ്ങനെ തറയിൽ കിടക്കുന്നേ? അപ്പോ ഞാൻ പറയും, ഞങ്ങളെ രീതി ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ബാബ എന്നാണ് അവര് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ രീതി ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടുന്ന് അതിൽ നിന്ന് ഞാൻ വഴിമാറി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 3 വർഷം ഞാൻ ആ വീട്ടിൽ താമസിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ആ 3 വർഷം ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ വളരെയധികമായി ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. 8 മാസം എന്റെ വീട്ടിന്റെ വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഞാൻ അവിടെ ഭാരപ്പെട്ടു. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ വീട്ടുടമസ്ഥന്റെ ഹല്ലേലൂയ വിളി കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ചെന്നപ്പോൾ എന്നെ ഒത്തിരി അധികമായി ഷൗട്ട് ചെയ്തു. വാടക തന്നിട്ട് പെട്ടെന്ന് വീട് മാറിക്കൊടുക്കുവാൻ പറഞ്ഞു. ഞാൻ വളരെയധികമായ ഹൃദയവേദനയോടുകൂടി, പക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിനകത്ത് ഒരു ധൈര്യം തന്നു. ഞാൻ തിരിച്ച് മക്ക മാലിക് ആ ഉടമസ്ഥനോട് ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇനി മേലിൽ എന്റെ അടുത്ത് പൈസയ്ക്ക് വേണ്ടി വരരുത്, ഞാൻ കള്ളനല്ല. ഞാൻ തിരിച്ചു പോകുമ്പോൾ, ഞാൻ ഇവിടെ വീട് മാറുമ്പോൾ നിങ്ങളുടെ മൊത്തം കാശ് തന്നിട്ടേ ഞാൻ ഇവിടെ മാറത്തുള്ളൂ. അതുവരെ ഹല്ലേലൂയ നിങ്ങൾ എന്നോട് പൈസ ചോദിക്കരുത്. അദ്ദേഹം
തിരിച്ചു ഒരക്ഷരം പോലും മിണ്ടിയില്ല. കർത്താവ് മിണ്ടാൻ അനുവദിച്ചില്ല. അദ്ദേഹം മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. 3 വർഷം ഞാൻ ആ വീട്ടിൽ താമസിച്ചു. അല്ല 3 വർഷം താമസിച്ചതിന് ശേഷം അദ്ദേഹം ആ 3 വർഷം എന്നോട് വാടക എന്നോട് ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും പുള്ളിക്ക് പൈസ വാടക ഉണ്ടെങ്കിൽ ഞാൻ അതുവഴി പോകുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും, ആക്ഷൻ കാണിക്കും. അതല്ലാതെ പുള്ളി വാ കൊണ്ട് പൈസ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ 8 മാസത്തെ വാടക എങ്ങനെ ഞാൻ കൊടുത്തു? ഹല്ലേലൂയ. ഒരു ദിവസം ഹല്ലേലൂയ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്ത് പോകുന്ന ഒരു സ്ഥലം, പ്രൈസ് ദി ലോർഡ്, അബോർ എന്ന് പറയും ഒരു സ്ഥലം. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഒരു ദേവദാസൻ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു. കർത്താവ് ദാസനെ, ഹല്ലേലൂയ, ഫരീദ്കോട്ടിലാണല്ലേ വേല ചെയ്യുന്നത്? അതെ. ഹല്ലേലൂയ, എനിക്ക് കർത്താവിന്റെ ദാസനെ ഒന്ന് കാണണം, എന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു പാസ്റ്റേ വരാം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വണ്ടിക്ക് കൊടുക്കുവാൻ, കിരായ കൊടുക്കുവാൻ പൈസ ഇല്ല. ഞാൻ വളരെയധികമായി ഞാൻ വിഷമിച്ചു. കർത്താവേ, എന്ത് ചെയ്യും? അടുത്ത എന്റെ സ്നേഹിതനായ ഒരു സഹോദരനുണ്ട്. ആ സഹോദരന്റെ അടുത്ത് ചെന്ന് ഹല്ലേലൂയ ഞാൻ 200 രൂപ കടം മേടിച്ചു. എനിക്കറിയാം അവിടെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോ ആ മീറ്റിംഗ് പ്രാർത്ഥന കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാണിക്ക കിട്ടും, അത് കൊണ്ടുവന്ന് ഇവിടേക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ യാത്ര ചെയ്ത് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പുള്ളി എന്നെ നല്ല അധികമായ സ്വീകരിച്ചു. ചായ കൊണ്ടുവന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നു, നല്ല അധികമായ ഫുഡെല്ലാം റെഡിയാക്കി. നല്ല അധികമായി. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇനി എപ്പോഴാണ് മീറ്റിംഗ് തുടങ്ങുന്നത്? പാസ്റ്റർ ഇവിടെ മീറ്റിംഗ് ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാസ്റ്റർ കാണണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് തോന്നിപ്പിച്ചു. അങ്ങനെ പാസ്റ്റർ കാണാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ പാസ്റ്റർ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ പാസ്റ്റർ വൈകുന്നേരമായി, ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവദാസൻ ഹല്ലേലൂയ എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. ഹല്ലേലൂയ. ആ സമയത്ത് ഞങ്ങൾക്കിവിടെ ആരാധന ഇരിക്കുന്നത്, ഞങ്ങൾ ബെഡ്ഷീറ്റ് വിരിച്ചാണ് ഞങ്ങൾ ഇവിടെ ആരാധനയ്ക്ക് ഇരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചർച്ചിൽ മേടിച്ചതായ തറയിൽ വിരിക്കുന്ന ഒരു ദറി, ഹല്ലേലൂയ, ഇരിക്കുന്ന സാധനം ഫോൾഡ് ചെയ്ത്, പാസ്റ്റർ അവിടെ ദറിയില്ലല്ലോ, ഇത് പാസ്റ്റർ പോകുമ്പോ ഇതും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ യാത്ര അയക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു കവർ കൂടെ തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാൻ അതിൽ നിന്ന് വരുന്ന വഴിക്ക് അതിൽ നിന്ന് ബസ്സിനുള്ള പൈസ എടുത്ത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ തിരിച്ച് ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാനത് പൊതി തുറന്നു നോക്കി. എന്റെ 8 മാസത്തെ വാടകയും കൊടുത്തിട്ട് എനിക്ക് ഹല്ലേലൂയ അധികം കാശും അതിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്റെ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കുവാൻ കർത്താവ് സഹായിച്ചു. അത്ഭുതത്തിന്റെ വഴികൾ ഓരോ നിമിഷവും കർത്താവ് നടത്തുന്ന വഴികളെ അത്ഭുതമായി കണ്ട് ഹല്ലേലൂയ കണ്ണു നിറഞ്ഞ അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. ഹല്ലേലൂയ. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഞാൻ 2000-ൽ ഹല്ലേലൂയ ഹിമാചലിലേക്ക് കടന്നു വന്നു. 2003-ൽ തിരിച്ച് നാട്ടിലേക്ക് പോയി. 2004-ൽ തിരിച്ച് ഞാൻ പഞ്ചാബിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. 2005, 2006, 2007. 2007-ൽ ഹല്ലേലൂയ വിവാഹത്തിന് വേണ്ടി ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ഒത്തിരി വിവാഹാലോചനകൾ കടന്നു വന്നു. പക്ഷെ ആർക്കും നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാൻ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി എന്റെ വിളിയോടുകൂടി ഹല്ലേലൂയ സമർപ്പണമുള്ള ഒരു പെൺകുച്ചിനെ ഹല്ലേലൂയ അങ്ങ് നൽകി തരണം. അങ്ങനെ 2007-ൽ ഹല്ലേലൂയ വിവാഹം കഴിഞ്ഞു. ഏപ്രിൽ മാസത്തിൽ വിവാഹം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിഞ്ഞ് ഹല്ലേലൂയ 3-ാം പക്കത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ കേരളത്തിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ എന്റെ നാട്ടുകാർ, എന്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ എന്നെ പറഞ്ഞ ഒരു പദമുണ്ട്. ഹല്ലേലൂയ, കുടുംബം നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഒളിച്ചോടി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കുടുംബം നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു. 2 പെങ്ങന്മാർ എന്നോട് ചോദിച്ചു, നിനക്ക് 2 പെങ്ങന്മാരുണ്ട്, അവരെ ആരെ കെട്ടിക്കും? അവരെ കാര്യങ്ങൾ എങ്ങനെ നോക്കും? നിന്റെ അപ്പന്റെ അമ്മേരെ കാര്യം അങ്ങനെ നോക്കും. നീ ഒരൊറ്റ മോനല്ലേ, നീ ഇവിടെ എവിടെയെങ്കിലും വേല ചെയ്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു ഇവിടെയൊക്കെ കഴിഞ്ഞുകൂടി പൊക്കൂടെ? എന്റെ ഒരു ബന്ധു പറഞ്ഞു, നിനക്ക് ഞാനൊരു ഓട്ടോറിക്ഷ മേടിച്ചു തരാം, അതും ഓട്ടിച്ച് ഹല്ലേലൂയ കർത്താന്റെ വേലയും കൂടെ ചെയ്യണമെങ്കിൽ അതും ചെയ്ത് നിന്റെ കുടുംബവും നോക്കിപ്പോ. ഇങ്ങനെ എന്തിനാ ഇങ്ങനെ അങ്ങ് അന്യദേശത്ത് ചെന്ന് പോയി കിടന്ന് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സഹോദരങ്ങളെ തന്നെങ്കിൽ അത് കർത്താവിന്റെ ഡ്യൂട്ടിയാണ്. അത് കർത്താവിന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് അതിൽ ഒരു ടെൻഷനുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ വിവാഹം നടക്കണമെങ്കിൽ എന്റെ 2 സഹോദരിമാരെ വിവാഹം കഴിഞ്ഞിട്ട് മാത്രമേ
ഞാൻ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ. ഹല്ലേലൂയ. എന്റെ ഇളയ സഹോദരി വിവാഹം ആദ്യം കഴിഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമത്തെ സഹോദരിയുടെ വിവാഹം, ഹല്ലേലൂയ, എന്റെ വിവാഹത്തിന്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവളുടെ വിവാഹവും ഹല്ലേലൂയ ഭംഗിയായി ഹല്ലേലൂയ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഏപ്രിൽ 4-ാം തീയതി എന്റെ ഇളയ സഹോദരി വിവാഹവും കഴിഞ്ഞു. ഏപ്രിൽ 12-ാം തീയതി ഞങ്ങളുടെ വിവാഹവും കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ സമയത്ത് ദൈവത്തിന്റെ ഹല്ലേലൂയ അത്ഭുതങ്ങളാണ് ഹല്ലേലൂയ ഞങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. കാരണം എന്നെ വിളിച്ചത് മനുഷ്യനല്ല, ആരുടെയും നിർബന്ധ പ്രകാരം ഒരു പ്രവാചകനോ ഹല്ലേലൂയ ഒരു പാസ്റ്ററോ എന്നെ തലയിൽ കൈവച്ച് നീ നോർത്ത് ഇന്ത്യയിലേക്ക് പോ എന്ന് പറഞ്ഞ് എന്നെ തള്ളിവിട്ടതല്ല. എന്നെ മാതാപിതാക്കൾ എന്നെ ഹല്ലേലൂയ തള്ളിവിട്ടതല്ല. ഞാൻ സ്വയമായി ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചു, ദൈവം എന്നെ വിളിച്ചു എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ഞാൻ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ കഷ്ടം സഹിക്കുക എന്നുള്ളത് എന്റെ ഒരു ഹോബിയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിവാഹം കഴിഞ്ഞ് 3-ാം പക്കത്തിലേക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ആ സമയത്ത് വളരെയധികമായ പ്രതികൂലം നാട്ടിലുണ്ടായി. ബന്ധുക്കളെല്ലാം പറഞ്ഞു, 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നീ എന്താ ഈ പോഷത്തര കാണിക്കുന്നേ? ഹല്ലേലൂയ. ഇത്രയും ബന്ധുക്കളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ആർക്കും നിങ്ങൾക്ക് വിളിച്ച് ഒരു പിടി ആഹാരം തരുവാനുള്ള അവസരം പോലും നീ തരുന്നില്ലല്ലോ. ഹല്ലേലൂയ. 1 മാസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് എനിക്ക് മടങ്ങി പോകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ നോർത്ത് ഹല്ലേലൂയ കേരളത്തിൽ നിന്ന് പഞ്ചാബിലേക്ക് മടങ്ങി വന്നു. ആ സമയത്ത് ഞങ്ങൾ ഒറ്റ റൂമിലാണ് ഹല്ലേലൂയ ഞങ്ങൾ താമസിക്കുന്നത്. ആ സമയത്ത് എന്റെ അമ്മായിയപ്പനും ഭാര്യയുടെ ഒരു ചിറ്റപ്പനും കൂടെ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി പഞ്ചാബിലേക്ക് വന്നു. കഠിനമായ ചൂടായിരുന്നു ആ വർഷം ഉണ്ടായിരുന്നത്. അവര് 2 ആഴ്ച ഇവിടെ നിന്നിട്ട് പോകണമെന്നാണ് താല്പര്യപ്പെട്ട് ഇവിടെ കടന്നു വന്നത്. ഇവിടെ കടന്നു വന്നപ്പോൾ ചൂട് സഹിക്കുവാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും കൂടി റൂമിനകത്തെല്ലാം വെള്ളം കോരി ഒഴിച്ച് നനച്ചു, ചുമരുകളെല്ലാം വെള്ളം കോരി നനച്ചു, ടെറസിന്റെ മുകളിൽ വെള്ളം കോരി ഒഴിച്ചു. അവർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അവരിവിടുന്ന് 5 ദിവസം പോലും തികച്ചു നിന്നില്ല. അവർ പെട്ടെന്ന് എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അടുത്ത ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സമയത്തും ഹല്ലേലൂയ ഞാനും ഭാര്യ ഞങ്ങൾ തറയിലാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് എല്ലാവരും ചോദിച്ചു, നിങ്ങളിപ്പോ പുതിയ കല്യാണം കഴിച്ച് ഇവിടെ വന്നുള്ളൂ, നിങ്ങൾ ഇങ്ങനെയാണോ ഇവിടെ കിടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ രീതി ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്ലല്ലോ അറിയത്തില്ലോ, നമുക്ക് കട്ടിൽ മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്നേഹിതൻ അല്ലല്ലേ ഇവിടുന്ന് മിനിസ്ട്രിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഫോൾഡ് കട്ടിലിന്റെ മഞ്ചയുടെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. ആ ഫ്രെയിം എനിക്ക് തന്നു. ആ ഫ്രെയിം മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ കൊണ്ട് ഇങ്ങനെ വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നിറയ്ക്കുവാൻ, അത് വരിയുവാൻ ഉള്ള പൈസ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ആ ഫ്രെയിം ഒന്ന് വരിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, പിന്നെ ഞങ്ങൾ ആ കട്ടിലേക്ക് ഞങ്ങളെ കിടക്ക മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന ഹല്ലേലൂയ ഒരു ദിവസം ഞാൻ ഒരു സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു മലയാളിയായിരുന്നു, ഒരു ആർമിക്കാരനായിരുന്നു. ആർമിക്കാരന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു തലമുറകളില്ലാതെ വളരെയധികമായി ഭാരപ്പെട്ടു. അവർ ഡിവോഴ്സ് ചെയ്യുവാൻ വേണ്ടി അവരുടെ കുടുംബക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞ് വല്ലാത്ത വിഭ്രാന്തി, വല്ലാത്ത പ്രശ്നത്തിൽ അവരിയ്ക്കുക. എന്നോട് ഒരു ദിവസം ഒന്ന് പറഞ്ഞു, ഹല്ലേലൂയ ദേവാസനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കൂടെ കടന്നു പോകുന്നത്, ഞങ്ങൾക്ക് തലമുറകളില്ലാത്തതുകൊണ്ട് എന്റെ വീട്ടുകാർ പറയുന്നു ഇവളെ വിവാഹം ബന്ധം വേർപിരിക്കുക. അവർ ആലപ്പുഴക്കാരായിരുന്നു. നമ്മൾ ചർച്ചിൽ വരുന്ന ഒരു സഹോദരന്റെ നമ്പർ കൊടുത്ത് അങ്ങനെ വിളിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ഞായറാഴ്ച രാവിലെ റൂമിലേക്ക് കടന്നു വന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് തന്ന നിയോഗത്താൽ അവരോട് പറഞ്ഞു, അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു തലമുറ കർത്താവ് നൽകും. അവർ വളരെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. വിനോദ് എന്നാണ് പേര്. താൻ മടങ്ങിപ്പോയി. അർദ്ധരാത്രിയിൽ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റേ, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ എന്നെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ശബ്ദം വന്ന് കേൾക്കുന്നു, നിന്റെ മുറിക്കകത്തിരിക്കുന്ന ഇതെല്ലാം എടുത്ത് മാറ്റ്, ആ സമയത്ത് നീ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും. ഞാൻ എന്ത് ചെയ്യണം? ഞാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾക്ക് ആ ശബ്ദം കേട്ടെങ്കിൽ ആ ശബ്ദത്തിന് നിങ്ങൾ കീഴ്പ്പെടുക, നിങ്ങൾ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ അവർ സകലതും എടുത്തു മാറ്റി അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചർച്ചിലേക്ക് കടന്നു വന്നു, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. അവർ ഹല്ലേലൂയ പിറ്റേ മാസം അവർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി. ഹല്ലേലൂയ പുള്ളിക്ക് ജമ്മുവിലേക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ അവര് ഇവിടുന്ന് നേരെ കേരളത്തിലേക്ക് പോയി. കേരളത്തിൽ 2 മാസത്തെ വെക്കേഷൻ വേണ്ടി പോയി. ആ സമയത്ത് കേരളത്തിൽ പോയിട്ട് അവിടെ കേരളത്തിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ,
ഹല്ലേലൂയ, എന്റെ ഭാര്യ ഇപ്പോൾ അത് പ്രഗ്നന്റ് ആണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അവർക്കൊരു പെൺകുഞ്ഞിനെ കർത്താവ് ദാനമായി നൽകി. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് അദ്ദേഹം വന്ന് എനിക്കൊരു സൈക്കിൾ മേടിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. ആ സൈക്കിളിലായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. പ്രൈസ് ദി ലോർഡ്. ഞാനും ഭാര്യയെ പുറകിലിരുത്തി ഞാൻ സൈക്കിൾ ചവിട്ടി. ഞങ്ങൾ ദീർഘദൂരം ഞങ്ങൾ സൈക്കിൾ യാത്ര ഞങ്ങൾ ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിഞ്ഞു വന്ന പുതുമോടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ചു വിവാഹത്തോടു കൂടി നമ്മളെ കാര്യങ്ങളെല്ലാം സെറ്റാകും, മൊത്തത്തിൽ ഒരു ചേഞ്ചിങ് ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ എന്റെ ചിന്തകളൊന്നും അവിടെ ഹല്ലേലൂയ ഒന്നും സഫലീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വഴികളെല്ലാം വേറെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ഒരു ദിവസം ഹല്ലേലൂയ ഞങ്ങൾ വളരെ അധികമായ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദിവസം. പ്രൈസ് ദി ലോർഡ്. ഭാര്യ മൂത്ത കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം, 3 മാസം ഹല്ലേലൂയ അവൾ ഗർഭിണിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഞങ്ങൾക്ക് അവൾക്ക് കൊടുക്കുവാൻ ആഹാരം എന്റെ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാവിലെ വെള്ളം പ്രാർത്ഥിച്ച് അവൾക്ക് കൊടുക്കും, അത് കുടിക്കും. ഒരാഴ്ച ഞങ്ങളെ ഭവനത്തിൽ ആഹാരം ഉണ്ടാക്കിയില്ല. മനസ്സിന് വളരെയധികമായ വിഷമമുണ്ടായി, വളരെയധികമായ വേദനയുണ്ടായി. ഒരു 3 കിലോമീറ്റർ മാറി പോയാൽ ഒരു വിശ്വാസ കുടുംബമുണ്ട്. നമ്മൾ അധികം സ്നേഹിക്കുന്ന, അധികം നമ്മളോട് കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബം. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് അവിടേക്ക് പോകാം. പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് വരുമ്പോൾ ചിലപ്പോൾ അവർ നമുക്ക് റൊട്ടിയും കൂടെ തന്നു വിടും. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ സൈക്കിളിൽ പുള്ളിക്കാരിയെ ഇരുത്തി, ഞാൻ സൈക്കിൾ ചവിട്ടി ഞാൻ അങ്ങോട്ട് പോവുക. ഞാൻ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ ഒരു സ്നേഹിതനെ കണ്ടു. അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇറങ്ങി. ആ പുള്ളിക്കാരിയും സൈക്കിളിന്റെ പുറകിൽ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന നിലയിൽ പ്രിയമകൾ ബോധം കെട്ട് ആ നടു റോഡിൽ അവിടെ വീഴുവാനിടയായി. എന്റെ ഹൃദയം അങ്ങ് തകർന്നു. നാട്ടുകാരെല്ലാം ഓടിക്കൂടി വന്നെടുത്ത് അവിടെ ഒരു ബെഞ്ച് കൊണ്ട് കിടത്തി. മുഖത്ത് വെള്ളമെല്ലാം കുടഞ്ഞ് കുടിക്കാൻ വെള്ളമെല്ലാം കൊടുത്തിട്ട് അവർ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അല്പം കഴിഞ്ഞിട്ട് ക്ഷീണം മാറിയപ്പോൾ എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. പ്രൈസ് ദി ലോർഡ്. ക്ഷീണം മാറിയപ്പോൾ വീണ്ടും ഞാൻ സൈക്കിളിൽ ഇരുത്തി ആ ഭവനത്തെ ലക്ഷ്യമാക്കി ഞാൻ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ വീട് ലോക്ക് ചെയ്തിരിക്കുന്നു. ഹൃദയം കുറച്ചുകൂടെ തകർന്നു. തിരിച്ച് ഞാൻ കരഞ്ഞ് അല്ലെങ്കിൽ ഞാൻ സൈക്കിൾ ചവിട്ടി. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. കർത്താവേ, ആഹാരത്തിന് പ്രതി ആഹാരം ലഭിക്കുമെന്ന് പറഞ്ഞ് ഇനി എന്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ ഒരു വീടുകളുടെയും മുൻപിൽ ഞാൻ പോകത്തില്ല. അന്ന് ഞാൻ തീരുമാനമെടുത്ത് ഞങ്ങൾ റൂമിലേക്ക് കടന്നു വന്നു. മുഴങ്കാൽ മടക്കി കരം കോർത്തു പിടിച്ചു. ഞങ്ങൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി. ദൈവസ്ഥനിൽ വാവിട്ട് നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ സാധു കൊച്ചു കുഞ്ഞുമുദേശി എഴുതിയ പാട്ടിന്റെ ചില വരികൾ കർത്താവ് മനസ്സിൽ തന്നു. ആ പാട്ട് പാടി ഹല്ലേലൂയ ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾ കരഞ്ഞു, ആനന്ദിച്ചു. ആ പാട്ടിന്റെ ചില വരികൾ: കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമോ കേയും തീർത്തിയിടും നാൾ, കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമോ കേയും തീർത്തിയിടും നാൾ, ശീഘ്രം വരും എന്റെ കാന്തൻ വരുന്നതിലുല്ലാസമായി ബഹുകാലം വാഴാൻ, ശീഘ്രം വരും എന്റെ കാന്തൻ വരും നദിയിലുല്ലാസമായി ബഹുകാലം വാഴാൻ. ഈ പാട്ടിന്റെ വരികൾ ഹല്ലേലൂയ ആവർത്തിച്ച് പാടി ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ചില ഞങ്ങൾ കരഞ്ഞ് കണ്ണ് മൊത്തം ചുവന്ന് വല്ലാത്ത തടിച്ചിരിക്കുന്ന അവസ്ഥ. ആ സമയത്ത് എന്റെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് ആരാണ്ട് മുട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോളിൽ നിന്ന് നോക്കിയാൽ കാണാം ആരാ താഴെ നിൽക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് വാതിൽ തുറക്കുക, മോളിൽ നിന്ന് താഴേക്ക് നോക്കി ആരാ നിൽക്കുന്നത്. അപ്പൊ നോക്കിയപ്പോൾ മക്കാം മാലിക്കാണ്, വീട്ടുടമസ്ഥനാണ് നിൽക്കുന്നത്.
ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ പോയി, അല്ലെങ്കിൽ മുഖത്ത് കണ്ണിൽ വെള്ളം കോരി, അല്ലെങ്കിൽ മുഖത്തൊഴിച്ചു. കാരണം ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങി ചെല്ലുക എന്ന് പുള്ളിക്ക് ഫീൽ ആകരുത്. അങ്ങനെ കുറെ വെള്ളമെല്ലാം കോരി മുഖത്തൊഴിച്ച് മുഖത്തുടച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇന്ന് എന്റെ മകന്റെ വിവാഹത്തിന്റെ ഫംഗ്ഷൻ ആണ്, നിങ്ങൾ പെട്ടെന്ന് തയ്യാറായി നിങ്ങൾ അവിടേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര ഹൃദ്യമായ സന്തോഷമുണ്ടായി. ഞങ്ങൾ പെട്ടെന്ന് വന്നു. ഡ്രസ്സൊക്കെ ചെയ്തു. കാരണം കല്യാണം കഴിഞ്ഞു പോയ പുതിയ മോഡി ആയതുകൊണ്ട് കല്യാണ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തയ്യാറായി ആ കല്യാണ വീട്ടിലേക്ക്, ആ ഫംഗ്ഷൻ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരോട് ആരാണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ വിളിച്ച് അവർ ആഹാരം കഴിക്കുവാൻ വേണ്ടി ആദ്യം തന്നെ ആഹാരം കഴിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞങ്ങളെ കൂടെ അവിടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കഴിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവരവിടെ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് പഞ്ചാബി ശരിക്കും അറിയത്തില്ല, പാട്ടുകളുടെ അർത്ഥം അറിയത്തില്ല, അവരെന്താ പാടുന്നതെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളോടും കൈ പിടിച്ചിട്ട് അവരോട് പഞ്ചാബിയിൽ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളും അവരോടൊപ്പം പഞ്ചാബി, അവരുടെ പാട്ട് എന്താന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളും അവിടെ അവരോടൊപ്പം ഡാൻസ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആ ഡാൻസ് ചെയ്ത സമയത്ത് ഞങ്ങളെ പ്രൈസ് ദി ലോർഡ് പാട്ട്, കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമോ യും തീർത്തിയിടും നാൾ. ആ പാട്ട് പാടി മനസ്സിൽ ഞങ്ങൾ അത് പാടി ഞങ്ങൾ അവിടെ ആനന്ദിച്ചു. ഇത് കേൾക്കണമോ? ആ കല്യാണ ആ ഫംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അവർ ഒരു പാക്കറ്റിൽ കുറെ പലഹാര സാധനങ്ങൾ, കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ അവർ പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്നു വിട്ടു. പ്രൈസ് ദി ലോർഡ്. ആരാണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് പോലെ അത് ഞങ്ങൾ ചില ദിവസങ്ങൾ ഞങ്ങൾ അത് കൊണ്ടുവച്ച് ഞങ്ങൾ ഭക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. വിശ്വസ്തനായ നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ അവസ്ഥയിലും നമ്മോടൊപ്പം കൂടെ ഇരുന്ന് നമ്മുടെ അറിയുന്ന നമ്മുടെ നല്ല കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ മൂത്ത കുഞ്ഞിനെ ഡെലിവറിക്ക് വേണ്ടി ഇവിടുന്ന് നാട്ടിലേക്ക് വേണ്ടി കടന്നുപോയി. വളരെയധികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, വളരെയധികമായ പ്രതികൂലം ഉണ്ടായി. കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞു. 3-ാം മാസം അവിടുന്ന് തിരിച്ച് പഞ്ചാബിലേക്ക് കടന്നു വന്നു. പഞ്ചാബിൽ കടന്നു വന്ന വളരെയധികമായ ആ ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ്, കുഞ്ഞിന് പെട്ടെന്നൊരു രോഗം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവളുടെ ശരീരത്തിൽ ചൂട് കാരണം ഈ കുമിളകൾ പോലെ പൊങ്ങി വന്ന് തക്കാളി പനി പോലെ ഒരു മൊത്തം ശരീരത്തിൽ കുമിളകൾ പോലെ പൊങ്ങി വന്ന് വല്ലാത്ത ഒരു വിഭ്രാന്തിയിലേക്ക് വന്നു. ഞാൻ അല്ലാതെ പരിഭ്രാന്തിപ്പെട്ടു. ഡോക്ടറെ അടുത്ത് കടന്നു ചെന്നു. ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്റെ മൊബൈലിൽ നിന്ന് ഒത്തിരി ഫോട്ടോസുകൾ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, ഇതേപോലത്തെ അവസ്ഥയിലേക്ക് ഇത് മാറിപ്പോകും. അപ്പോൾ ഇതിന് നിങ്ങൾ നല്ല ട്രീറ്റ്മെന്റ് ചെയ്താലേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഞാൻ മരുന്ന് എഴുതിത്തരാം, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ ഈ മരുന്ന് മേടിക്കുക, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല. ഡോക്ടറോട് ഞാൻ പറഞ്ഞു മരുന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. ഡോക്ടർ മരുന്ന് എഴുതി. ഞങ്ങൾ ആ തുണ്ടും കൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ കരം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച, കർത്താവേ, ഞങ്ങൾക്ക് മരുന്ന് മേടിക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. അങ്ങ് കുഞ്ഞിനെ സൗഖ്യമാക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ആ കുഞ്ഞിന്റെ മേൽ കർത്താവ് വെച്ചു. അത് അപ്പാടി അവിടെ നിന്ന് വറ്റി പോകുവാൻ കർത്താവ് സഹായിച്ചു. ചില മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ ഒരു 21 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. 21 ദിവസത്തെ ഉപവാസത്തിന്റെ പ്രാരംഭ ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ മുഴങ്കാൽ മടക്കി. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കുക. കുഞ്ഞ് അവിടെ അവിടെ കളിച്ചുകൊണ്ട് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് അവൾക്കൊരു ശ്വാസം മുട്ടലുണ്ടായി. അവളുടെ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി. ഒരു ചലനവുമില്ല. അവൾക്ക് അല്പം അവൾ അനങ്ങുന്നില്ല, ഒന്നും പറയുവാൻ കഴിയുന്നില്ല. വല്ലാത്ത അവസ്ഥ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഭാരപ്പെട്ടു, കർത്താവ് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടെ അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉപവാസം മുറിഞ്ഞു പോകും. പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൽ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ പിശാചിനോട് പറഞ്ഞു, പിശാചേ,
നീ ഈ കുഞ്ഞിനെ നിനക്ക് അല്ല തകർക്കാനാണ് നിനക്ക് പ്ലാൻ ആണെങ്കിൽ കുഴപ്പമില്ല, നീ എടുത്തോ. പക്ഷെ എന്റെ ഉപവാസം മുറിച്ച് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ കരം കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ഹല്ലേലൂയ ഞെട്ടി ഉണർന്ന് ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ സംസാരിക്കുവാൻ തുടങ്ങി, പ്രൈസ് ദി ലോർഡ്, കളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി, ഉപവാസത്തെ മുറിച്ച് ഹല്ലേലൂയ ആശുപത്രി ചെന്നിരിക്കാനുള്ള പിശാചിന്റെ പദ്ധതിയാണ്. എന്നാൽ ദൈവത്തിന്റെ കരം കർത്താവ് അവിടെ ചലിപ്പിച്ചു. അല്ലെ, പിശാചിന്റെ മേൽ ഹല്ലേലൂയ ജയമെടുക്കുവാൻ കർത്താവ് അവസരം നൽകി. പല പ്രാവശ്യം ഹല്ലേലൂയ വന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഞങ്ങളെ ഹല്ലേലൂയ ബുദ്ധിമുട്ടിച്ച്, നീ എന്തിനാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? ഇത് എന്റെ ദേശമാണ്, എന്റെ ദേശത്ത് നിങ്ങൾക്ക് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്, ഞങ്ങൾ അവിടുന്ന് ആ ഒരു റൂമിൽ നിന്ന് ഞങ്ങൾ വീട് മാറി ഒരു പുതിയൊരു 2 റൂമുള്ള ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ താമസിക്കുന്നതിന്റെ ചുറ്റുപാട് 6 മന്ത്രവാദികളുണ്ട്. അവരുടെ നടുക്കാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ സ്ട്രീറ്റ് തുടങ്ങുന്നത് മുതൽ ആ സ്ട്രീറ്റിന്റെ അവസാന ഭാഗം വരെ മന്ത്രവാദികൾ. പ്രൈസ് ദി ലോർഡ്. ഇതിലെ ഇടയ്ക്കുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കൊട്ടും പാട്ടും അവർക്ക് ഇഷ്ടമില്ല. അവിടെ ആള് വരുന്നത് അവർക്ക് താല്പര്യമില്ല. നമ്മളെ അവിടുന്ന് ഓട്ടിക്കുവാൻ വേണ്ടി അവർ കഴിവിന്റെ പരമാവധി അവർ ശ്രമിച്ചു. പക്ഷേ കർത്താവ് എന്നെ അവിടെ ഉറപ്പിച്ചു. എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മന്ത്രവാദി ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും അവിടെ ഹല്ലേലൂയ കേട്ടറിയുവാൻ വേണ്ടി, ചോദിച്ചറിയുവാൻ വേണ്ടി ആള് വരും. അവിടെ ഒരു സഹോദരിയുടെ അകത്ത് ഒരു ദൈവം വരും. അവരവിടെ തുള്ളി അവരെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സ്വഭാവം അവിടെ ഉണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിവിടെ ഡോലക്ക് അടിക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന രീതിയിൽ ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഈ ഒരു ഡോലക്കിന്റെ ശബ്ദമല്ലാതെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വേറൊരു ഡോലക്കിന്റെ ശബ്ദം ഇവിടെ വേണ്ട. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഹല്ലേലൂയ, പിറ്റേ ആഴ്ച അവിടെ ഡോലക്കടി നടന്നില്ല. അവിടുത്തെ പരിപാടി അവിടെ നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുത്തെ ആ കുടുംബനാഥനെ പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി. മയക്കുമരുന്ന് കേസിൽ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി. അവിടെ ആകെ പ്രശ്നമായി. ഹല്ലേലൂയ. പിന്നെ അവിടുത്തെ ആ പരിപാടി അവിടെ സ്റ്റോപ്പായി. ഹല്ലേലൂയ. ഒത്തിരി മന്ത്രവാദികൾ എന്നെ ഹല്ലേലൂയ ഒത്തിരി അധികം ഞെരുക്കി. ഹല്ലേലൂയ. എന്നാൽ അവരെല്ലാം ഇന്ന് ലോകം വിട്ടു മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. വല്ലാത്ത മരണങ്ങൾ അവർ പ്രാപിച്ച് ഹല്ലേലൂയ അവർ ലോകം വിട്ടു മാറ്റപ്പെട്ടു. കർത്താവ് എന്നെ ഇന്നും ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു അനുഭവം പറഞ്ഞു. ഞാൻ ഈ പഞ്ചാബിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു സ്ട്രീറ്റിൽ ഞാൻ കടന്നു പോകുമായിരുന്നു. അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കുവാൻ ഒത്തിരി അല്ലെങ്കിൽ ഏകദേശം 10-50 പിള്ളേര്, കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ അവിടെ വന്നുകൂടും. ഹല്ലേലൂയ. ഞാൻ കടന്നു പോകുമ്പോൾ ഒരു ബാഗ് നിറച്ച് മിഠായിയും കൊണ്ടാണ് കടന്നു പോകുന്നത്. എന്റെ സൈക്കിൾ കാണുമ്പോഴേ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെല്ലാം എന്റെ പുറകെ ഓടി വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ വന്ന് ഞാൻ സൺഡേ സ്കൂൾ തുടങ്ങി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ സൺഡേ സ്കൂളിൽ വരാൻ തുടങ്ങി. അവിടെ ഞങ്ങൾ ക്രിസ്മസ് പ്രോഗ്രാം എല്ലാം അവിടെ വെച്ച് ഞങ്ങൾ നടത്താൻ തുടങ്ങി. വളരെ എന്നാൽ സന്തോഷകരമായി പോയി. ആ സമയത്ത് അതിന്റെ അടുത്ത ഒരു കളി മന്ദിരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു സ്ത്രീയാണ് അതിന്റെ കർമ്മിയായിട്ട് അവിടെ ഇരിക്കുന്നത്. ഇവർ നമ്മൾ പ്രോഗ്രാം നടത്തുന്ന വീട്ടുകാരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ വരുന്ന കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളെല്ലാം കടന്നു പോകുന്നു പറഞ്ഞു. ഇവർ മതപരിവർത്തനം ചെയ്യുന്നവരാണ്, നിങ്ങൾ ആരും പിള്ളേരെ അങ്ങോട്ട് വിടരുത്, വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഈ എല്ലാ പിള്ളേരെയും വരുന്നത് അവിടെ ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അവസാനം ഒറ്റ കുഞ്ഞുങ്ങൾ പോലും അവിടെ വരാതെയായി. വല്ലാത്ത എനിക്ക് വിഷമമുണ്ടായി. ഹല്ലേലൂയ. ഞാൻ അവരോട് ഹല്ലേലൂയ പറഞ്ഞു, ഇത് ദൈവത്തെ ആരാധിക്കുന്നതാണ്, നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾ ഇതൊന്നും തടസ്സം നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവർ ഒന്നും മൈൻഡ് ചെയ്തില്ല. അവരെ പ്രവൃത്തി ചെയ്തേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കാണുന്നത് ഒരു ശത്രുവിനെ കാണുന്നത് പോലെ അല്ലെ ഞാൻ അതുവഴി പോകുമ്പോൾ അവർ നോക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർക്ക് കിട്ടിയ മരണം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു മരണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ ചില ശത്രുക്കൾ വന്ന് അവരെ ഹല്ലേലൂയ വാളുകൊണ്ട് വെട്ടി ഹല്ലേലൂയ 2 പീസാക്കി ചാക്കിനകത്ത് കയറ്റി ഹല്ലേലൂയ കട്ടിലിന്റെ അടിയിൽ ഹല്ലേലൂയ വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദൈവ വേലയ്ക്ക് വേണ്ടി ദൈവ നാമത്തിന് എതിരായി എവിടെയെല്ലാം എഴുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ എനിക്ക് കാണും. എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹല്ലേലൂയ ആരാധനകൾ ഞങ്ങൾക്ക് അവിടെ ആരംഭിച്ചു. ഒത്തിരി പേര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്ഥലം പോരായെന്നും ഞങ്ങൾ അവിടുന്ന് വേറൊരു ഭവനത്തിലേക്ക് ഞങ്ങൾ മാറിപ്പോയി. വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ പലിശയ്ക്ക് പൈസ എടുത്ത് അല്ലെങ്കിൽ വാടകയും കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടി പലിശയ്ക്ക് പൈസ എടുത്ത് കൊടുത്ത് അവസാനം എനിക്ക് രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാത്ത അവസ്ഥകളിലേക്ക് ഞാൻ കടന്നുപോയി. അല്ലെങ്കിൽ രാത്രികളിൽ ഞാൻ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു പ്രാന്തനെ പോലെ രാത്രി ഇരുന്ന് പേന എടുക്കും, പേപ്പർ എടുക്കും, അല്ലെങ്കിൽ കണക്കുകൾ എഴുതും. അല്ലെങ്കിൽ ആർക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ട്, എവിടെയൊക്കെ കൊടുക്കാനുണ്ട് എഴുതി എഴുതി അല്ലെങ്കിൽ വലിയൊരു തുക അല്ലെങ്കിൽ എന്റെ മണ്ടയിൽ ഹല്ലേലൂയ കടമായിട്ട് വന്നു, ബാധ്യത വന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെങ്ങനെ ഇത് കൊടുത്തു തീർക്കും? എന്നാൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ വഴികൾ അവിടെയെല്ലാം ദൈവം സഹായിച്ചു. ഞാൻ എന്റെ 800 രൂപയിൽ നിന്ന് എന്റെ വാടക ഞാൻ വീട് ആരംഭിച്ചു. അവസാനം ഹല്ലേലൂയ വീട് ലഭിക്കാൻ നിർവാഹമില്ലാതെ വലിയൊരു വീട് ലഭിച്ചു. ആ വീട്ടിന്റെ വാടക 10,000 രൂപയായിരുന്നു വാടക. പ്രൈസ് ദി ലോർഡ്. ഈ 10,000 രൂപയുടെ വീട് വാടകയ്ക്ക് എടുത്തു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ 800 രൂപ കൊടുക്കുവാൻ നിവർത്തിയില്ലാത്ത ഞാൻ ഈ 10,000 രൂപയുടെ വാടക വീട് ഞാൻ എങ്ങനെ കൊടുക്കും? എനിക്കറിയത്തില്ല. 2 വർഷം ഞാൻ ആ വീട്ടിൽ താമസിച്ചു. എങ്ങനെ വാടക കൊടുത്തെന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഹല്ലേലൂയ അത്ഭുതമാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. എന്നാൽ ചില മാസങ്ങൾ വാടക മുടങ്ങി വന്നത് കാരണം ഹല്ലേലൂയ വളരെയധികമായ ബുദ്ധിമുട്ട്, വളരെയധികമായ പ്രതികൂലം അതിൽ നിന്ന് നേരിടുവാനിടയായി. ഒരിക്കൽ ഞാൻ 2018 പ്രൈസ് ദി ലോർഡ് ഞാൻ 40 ദിവസത്തെ ഒരു ഉപവാസം ഞാൻ പ്രഖ്യാപിച്ചു. ഞാൻ അങ്ങനെ ഉപവാസം ഇരിക്കുകയാണ്. ഉപവാസത്തിന്റെ അവസാന ദിവസം എന്റെ പപ്പായും മമ്മിയും സഹോദരിയും ഭർത്താവും അവർ ശുശ്രൂഷയിലാണ്. അവർ കടന്നു വന്നു ശുശ്രൂഷയിൽ സഹായിക്കുവാൻ. വളരെയധികമായ ദൈവിക ആലോചന അറിയിച്ചു. പക്ഷേ ഉപവാസം വളരെ വിജയമായിരുന്നു. അവസാന ദിവസത്തെ കടക്കാരെല്ലാം ഒരുമിച്ച് അവിടേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. വളരെ മാനസികമായി വളരെയധികമായ പ്രതികൂലം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. വീട്ടുടമസ്ഥൻ വാടക കൊടുക്കാത്തത് കൊണ്ട് കറണ്ട് കട്ടി, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് കട്ട് ചെയ്തു. ഹല്ലേലൂയ. ഗേറ്റ് ലോക്ക് ചെയ്തു. വിശ്വാസികൾക്ക് തിരിച്ചിറങ്ങി പോകാൻ കഴിയാതെ വീട് ലോക്ക് ചെയ്തു. ഹല്ലേലൂയ. വല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയി. ഇതുപോലെ അർദ്ധരാത്രിയിൽ കുഞ്ഞുങ്ങളെയും ഇതുപോലെ അസഭ്യം പറഞ്ഞ് വല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ കടത്തിവിട്ടു. എന്നാൽ ഞങ്ങൾ തിരിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ ചർച്ച് ഹാളിലേക്ക് ഞങ്ങൾ കയറി ഹല്ലേലൂയ മുഴങ്കാൽ മടക്കി ഞങ്ങൾ എല്ലാവരും കരം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങ് പ്രവർത്തിച്ചാൽ ആർക്കും തടുക്കുവാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ അവിടെ ഒരു VIP സ്ട്രീറ്റ് ആണ്. ആ VIP ഞങ്ങൾ താമസിച്ചിട്ടുണ്ടിരുന്ന സ്ഥലം ഉന്നതന്മാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല നിങ്ങളെ ഇത്രയും തെറ്റായ രീതിയിൽ അസഭ്യം പറഞ്ഞ് നിങ്ങളെ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ ഇങ്ങനെ അസഭ്യം പറഞ്ഞ് ഞങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയുമോ, പിറ്റേ ആഴ്ചയിൽ ഹല്ലേലൂയ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഇദ്ദേഹം വേറൊരു ആളെ ചീത്ത വിളിച്ചു. ആ രാത്രി അവർ പോലീസിനെ ഫോൺ ചെയ്തു. പോലീസ് വന്ന് തന്നെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം പോലീസ് സ്റ്റേഷനിൽ പുള്ളിക്ക് അവരെ കൊണ്ടിരുത്തിയിരുന്നു. പിറ്റേ ആഴ്ച പുള്ളിക്ക് മകന്റെ അടുക്കൽ ഓസ്ട്രേലിയക്ക് കടന്നു പോകണം. കേസായി കഴിഞ്ഞാൽ പുള്ളിക്ക് പോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളെ അടുക്കൽ വന്നിട്ട് കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെ ദൈവം പുള്ളിക്ക് ശിക്ഷ കൊടുത്തു. പുള്ളി ഇങ്ങനെ ഒരാളെ ചീത്ത വിളിച്ച് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങൾ ഒന്ന് വന്ന് പറഞ്ഞാൽ അവരെ ഇറക്കി വിടും. ആ വീട്ടുകാരോട് ചെന്നൊന്ന് പറ, പുള്ളിക്ക് ചെറിയൊരു മാനസികമായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ എന്നെയും കൊണ്ട് ആ വീട്ടുകാരുടെ അടുക്കലേക്ക് പോയി അവിടെ ചെന്ന് സംസാരിച്ചു. ഹല്ലേലൂയ. പിന്നെ അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുള്ളി അവിടുന്ന് ഇറക്കി കൊണ്ടുവന്നു. ഒരു ഫാന് പോലും ലഭിക്കാതെ ആ ചൂടത്ത് പുള്ളി 3 ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. 30,000 രൂപ പോലീസുകാരും മേടിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ അല്ലെങ്കിൽ 20,000 രൂപ കൂടെ പുള്ളിക്ക് അവിടെ നഷ്ടമായി. പ്രൈസ് ദി ലോർഡ്.
അതിനുശേഷം പുള്ളിക്ക് മനസ്സിലായി ഇവരോട് കളിച്ചാൽ കാര്യം നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പിന്നെ വാടക പെൻഡിങ് ആയാലും പുള്ളി വാടക ചോദിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തോട് കളിച്ചാൽ കളി ദൈവം പഠിപ്പിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞങ്ങൾ അടുത്തൊരു വീട്ടിൽ വീട്ടുടമസ്ഥയെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ ക്രിസ്മസ് പ്രോഗ്രാം വളരെ ഗംഭീരമായി ഞങ്ങൾ ആഘോഷിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് ഒരു 25-ാം തീയതി ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ ടെന്റ് കെട്ടി പ്രോഗ്രാം നടത്താൻ വേണ്ടി ഞങ്ങൾ താല്പര്യപ്പെട്ടു. ടെന്റുകാരെ വിളിച്ചു, അളവെല്ലാം എടുത്ത് അവരെ കൊണ്ടുപോയി. അന്നേരം താഴെ താമസിക്കുന്ന വീട്ടുകാര് ഹല്ലേലൂയ ആ വീട്ടുടമസ്ഥനോട് ചെന്ന് പറഞ്ഞു, ഇവിടെ വലിയ പ്രോഗ്രാം നടത്താൻ പോവുകയാണ്, നിങ്ങൾ സമ്മതിക്കരുത്. ഒരു ഞായറാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി രാവിലെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ വീട്ടിൽ വിളിപ്പിച്ചു. വീട്ടുടമസ്ഥൻ പറഞ്ഞു, ഇവിടെ പ്രോഗ്രാം നടത്തുവാണോ? അങ്കിളെ, ആരാ പറഞ്ഞേ? നിങ്ങൾ അത് പറ, പ്രോഗ്രാം നടത്തുന്നുണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞ ആ പ്രോഗ്രാം നടത്തുന്നുണ്ട് അങ്കിളെ. ഇവിടെ നടത്താൻ പറ്റത്തില്ല, വേറെ എവിടെയോ കൊണ്ടുപോക്കോ, ഇവിടെ പ്രോഗ്രാം നടത്താൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അങ്കിളെ, ഇവിടെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുക, ഒരു ക്രിസ്മസിന്റെ ഫംഗ്ഷൻ ആണ്, ഇവിടെ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ നടത്താൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എവിടെ വേണോ കൊണ്ടുപോകാം. പക്ഷേ വളരെ വിഷമത്തോടുകൂടി ഞങ്ങൾ കടന്നു വന്നു. നടത്തി. ഇനി ഒരു 4 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഞങ്ങളെ പ്രോഗ്രാം നടക്കാൻ. അന്നേരം ഞങ്ങളെ ചർച്ചിലെ സഹോദരന്മാർ ചെന്ന് 1-2 മാരേജ് പാലസുകളിൽ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര വിലയാ. ഒരു സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ബാ വന്ന് സംസാരിക്ക്, അവർ നമുക്ക് വില കുറച്ച് തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കേൾക്കണമോ? ഞാൻ ആ പാലസിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു 35,000 രൂപ ഇതിന്റെ പാലസിന്റെ ചാർജ്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ ചെലവ് അത്രയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നത് അത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പാലസിന് കൊടുക്കാൻ മാത്രമേ കാണുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചർച്ചിന്റെ പ്രോഗ്രാമാണ്. വെറും 5,000 രൂപയ്ക്ക് അദ്ദേഹം ആ പാലസ് ഞങ്ങൾക്ക് പ്രോഗ്രാം നടത്താൻ വേണ്ടി തന്നു. ആ സാധനങ്ങളുണ്ടാക്കുന്ന മൊത്ത സാധനങ്ങളും ഞങ്ങൾക്ക് പുള്ളി അവിടെ നിന്ന് തന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വളരെ ഗംഭീരമായി ആ വീട്ടിൽ നടത്തിയാൽ ഇത്ര മനോഹരമായി നടത്തുവാൻ പറ്റത്തില്ല. വളരെ ഗംഭീരമായി ഞങ്ങൾ പ്രോഗ്രാം നടത്തി. ഞങ്ങളെ MLA സാബു വന്നു. വളരെ അനുഗ്രഹമായ ഞങ്ങളെ ആ പ്രോഗ്രാം ഞങ്ങൾ അവിടെ നടത്തി. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ സെയിം ഞായറാഴ്ച ഞാൻ ഇദ്ദേഹത്തിന് എത്തിയാ പറഞ്ഞു വന്നു, അങ്കിളെ, ദൈവ ആരാധനയെ നിങ്ങൾ മുടക്കരുത്, അത് നിങ്ങൾക്ക് അതിന് വില കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ 3-ാമത്തെ ആഴ്ച സെയിം ടൈം ആരാധന ഞങ്ങൾ നടക്കുവാൻ വേണ്ടി രാവിലെ സഹോദരന്മാർ വന്ന് രാവിലെ ഞായറാഴ്ചത്തെ ആഹാരത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. വന്ന് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് വരണം, വീട്ടുടമസ്ഥൻ പുള്ളി ബാത്റൂമിനകത്ത് രാവിലെ ബാത്റൂമിൽ കയറി അവിടെ മരിച്ചവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. വളരെ വിഷമമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി, ആരാധന ദൈവത്തിന്റെയാ, മനുഷ്യനെ ആരാധിക്കുന്നതല്ല, ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധന മുടക്കിയപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു, ഇത് മുടക്കരുത്, നിങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരും. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വീട്ടുടമസ്ഥന്റെ മകൻ ഉപദ്രവിക്കാൻ വേണ്ടി കടന്നു വന്നു. ആരെല്ലാം ദൈവ നാമത്തിന് വിരുദ്ധമായി കരം ഉയർത്തിയോ അവരെല്ലാം കർത്താവ് തൊട്ട ചരിത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ അനുഭവങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ ചർച്ചിൽ ഞങ്ങൾ പ്രോഗ്രാമിന് പറയുമ്പോൾ ഞാൻ ഒത്തിരി പഴയ വീട്ടുടമസ്ഥന്മാരെയെല്ലാം ഞാൻ വിളിച്ചു. ഞാൻ ഈ അനുഭവങ്ങളെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, ഓരോ ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഇങ്ങനെ കണ്ട് പോവാനിടയായി. മൂത്ത കുഞ്ഞിന്റെ വിദ്യാഭ്യാസ സമയം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു, അവർ ഇവിടെ പഠിക്കുന്നെങ്കിൽ ഇവിടുത്തെ ഉന്നതന്മാർ പഠിക്കുന്ന സ്കൂളിൽ അവർ പഠിക്കണം. ഞാൻ അങ്ങനെ വേലയ്ക്ക് വേണ്ടി വന്നതാ. ഞാൻ കഷ്ടം സഹിച്ചു, ഞാൻ ബുദ്ധിമുട്ട് സഹിച്ചു, ഞാൻ ഇല്ലായ്മയിലൂടെ പോയി. അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടില്ല. സമർപ്പിച്ചത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ കാര്യം നീ നല്ലതുപോലെ നടത്തണം. അവർ ഇവിടുത്തെ ഉന്നതന്മാർ പഠിക്കുന്ന സ്കൂൾ നടത്തണം. പ്രൈസ് ദി ലോർഡ്. പഠിക്കണം. പക്ഷേ ഞാൻ ഇത് ചിന്തിച്ചത്, ഞാൻ ദൈവത്തോട് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞതാണോ എന്നും എനിക്കറിയത്തില്ല. എന്നാൽ എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരൻ എനിക്ക്
ഇച്ചിരി പൈസ ഇട്ടു പറഞ്ഞു. ഫസ്റ്റ് ഇത് കുഞ്ഞിന്റെ അഡ്മിഷന് വേണ്ടിയാണ്. അവർക്ക് അറിയത്തില്ല ഇവിടെ എപ്പോഴാണ് കുഞ്ഞിന്റെ അഡ്മിഷൻ നടക്കുന്നതെന്നോ ഒന്നും അവർക്ക് അറിയത്തില്ല. പക്ഷേ ആ പൈസ കൊണ്ടുവന്ന് ഞങ്ങളുടെ അവൾക്ക് അഡ്മിഷൻ എടുത്തു. ആ സ്കൂളിൽ, ഇവിടുത്തെ ഒരു കത്തോലിക്ക കോൺവെന്റ് സ്കൂളിൽ ആ കുഞ്ഞ് അവിടെ അഡ്മിഷൻ ലഭിച്ചു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടി. ഫൈനൽ പരീക്ഷാ സമയത്ത് ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് ഇവരെ പരീക്ഷയ്ക്ക് ഞാൻ വിട്ടില്ല. അപ്പൊ ഒരു ടീച്ചർ, മലയാളി ടീച്ചർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ദൈവം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നൂലിൽ കെട്ടിയൊന്നും ഇറക്കി ദൈവം തരാൻ പോകുന്നില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാലേ ദൈവം തരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ടീച്ചറെ എന്തെങ്കിലും നൂലിൽ കെട്ടി ഇറക്കി തരുമ്പോ ഞാൻ കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കാം, എന്നിട്ട് ഞാൻ കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഫസ്റ്റ് എക്സാം എഴുതിപ്പിച്ചിട്ടില്ല. അന്നൊരു വീട്ടിൽ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ കടന്നുപോയി. ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന്റെ അത്ഭുതം കേൾക്കണമോ, ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, എനിക്ക് അന്നൊരു ചെറിയൊരു ഫോണായിരുന്നു. പ്രാർത്ഥന 3 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫോൺ എടുത്ത് ഞാൻ ഫോൺ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ആ ഫോണിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുക. ഒരു മത്തായി എന്ന് പറയുന്ന ഒരു പേരിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് അടയ്ക്കാനുള്ള ഫീസ് പുള്ളി അതിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഞാൻ അന്നേരം തന്നെ ചെന്ന് ഞാൻ വൗച്ചർ ഫില്ല് ചെയ്തു. ബാങ്കിലാ പൈസ അടയ്ക്കേണ്ടത്. 4 മണിക്ക് മുമ്പ് ഞാൻ അവരെ ആ വീട്ടിൽ ഇരുത്തിയിട്ട് ഞാൻ ചെന്ന് ആ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊണ്ടുവന്ന് ഞാൻ അവിടെ അടച്ചു. പിറ്റേന്ന് ഞാൻ ടീച്ചറിനോട്, ടീച്ചറെ എന്റെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ നൂലിൽ കെട്ടി ഇറക്കി തരും. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങളെ മുടക്കാത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്. വളരെയധികമായ പ്രതികൂലങ്ങൾ, വളരെയധികമായ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ കടന്നു വന്നു. രണ്ടാമത്തെ കുഞ്ഞിന്റെ ഹല്ലേലൂയ ഡെലിവറി സമയം വളരെയധികം ക്രിട്ടിക്കൽ അവസ്ഥയിലേക്കൂടെ ഭാര്യയ്ക്ക് മഞ്ഞപ്പിത്തം വന്നു. ഡോക്ടർ അവസാനം എന്നെ വിളിച്ചു ചോദിച്ചു, കുഞ്ഞു വേണോ മാതാവ് വേണോ? ഞാൻ പറഞ്ഞു, എനിക്ക് രണ്ടുപേരും വേണം. പ്രൈസ് ദി ലോർഡ്. മഞ്ഞപ്പിത്തം വളരെയധികമായി കൂടി നിൽക്കുന്നു. രക്ഷപ്പെടുവാൻ ഒരു കർത്താവ് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞുങ്ങൾ അത് വേണ്ടെന്ന് വെക്കുക, അത് പിന്നെയും നിങ്ങൾക്കത് ലഭിക്കും, മാതാവിന്റെ ജീവൻ നിലനിർത്തുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സമയത്ത് എന്റെ ഭാര്യ പിതാവ് ഒരു ദേവദാസനായിരുന്നു. അദ്ദേഹം ആ റൂമിലേക്ക് കടന്നു ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്തു. പ്രാർത്ഥിച്ച് ആ വെള്ളം കുടിച്ച് അല്പം കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കടന്നുപോയി. ആ മഞ്ഞപ്പിത്തം അപ്പാടെ അത് മാറിപ്പോയി. ദൈവത്തിന്റെ അത്ഭുതം അവിടെ കാണുവാനിടയായി. കുഞ്ഞിന്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവൾ ശ്വാസം എടുക്കുന്നത് വല്ലാത്ത ഒരു ശബ്ദത്തിൽ കൂടിയാ. വല്ലാത്തൊരു ശബ്ദം. ഒരു 100 മീറ്റർ മാറി നിന്നാൽ ഇവിടെ വായിൽ കൂടെ വരുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. അത്രയും വലിയ ശബ്ദത്തിലാണ് അവൾ ശ്വാസം എടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞ സൗണ്ട് ബോക്സ് വളരെ ചെറുതാണ്, അതിനി ഓപ്പറേഷൻ ചെയ്യണം, വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. 5-ാം മാസം അവിടെ നിന്ന് പഞ്ചാബിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ചുറ്റുപാടുള്ളവരും വിശ്വാസികളും എല്ലാവരും, പാസ്റ്ററെ ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കുക, പാസ്റ്റർ എന്താ കാണിച്ചുകൊണ്ടിരിക്കുക, ഇത്രയും ബുദ്ധിമുട്ടാണ് ശ്വാസം എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഇത് കർത്താവ് തന്നു, കർത്താവിന് സൗഖ്യമാക്കുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൗഖ്യമാകട്ടെ, എനിക്കിതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഇതിനുവേണ്ടി ഓപ്പറേഷന് വേണ്ടിയോ ഒന്നിനും ഞാൻ കൊണ്ടുപോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിന്റെ അത്ഭുതം. ഒരു ദിവസം ഞങ്ങൾ ഹല്ലേലൂയ ഒരുമിച്ച് ഞങ്ങൾ കരം കോർത്തു പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, ഹല്ലേലൂയ, അവളുടെ ആ ശബ്ദം വരുന്ന അതങ്ങ് നിന്നു. പ്രൈസ് ദി ലോർഡ്. അത് സ്റ്റോപ്പായി. ഒരു ഓപ്പറേഷനും ഇല്ലാതെ, ഒരു ഡോക്ടറെയും കാണിക്കാതെ എന്റെ സ്വർഗത്തിലെ വലിയ ഡോക്ടർ അവളെ തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് അവളുടെ ശബ്ദം, ഹല്ലേലൂയ, ഭയങ്കര ശബ്ദമാണ് ഇന്ന് അവളെ. ഹല്ലേലൂയ, വീട്ടിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഇന്ന് അവളുടെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. നല്ലതുപോലെ അവൾ പാടും. ഹല്ലേലൂയ, നല്ല ട്യൂണിൽ അവൾ സംസാരിക്കും.
യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടർ പറഞ്ഞു ഇവൾ ലഭിക്കത്തില്ല, ഇവരുടെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, ഹാർട്ടിൽ സുഷിരമുണ്ട്. ഹല്ലേലൂയ. ഡോക്ടർ പലതും പറഞ്ഞു. എന്നാൽ ഞാൻ എന്റെ വലിയ ഡോക്ടറിൽ ഞാൻ വിശ്വസിച്ചു, അവനിൽ പ്രത്യാശ വെച്ചു. അവൻ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്തു. ഹല്ലേലൂയ സൗഖ്യമാക്കി. മൂന്നാമത്തെ കുഞ്ഞിനെ ജന്മം നൽകി. അപ്പോഴും വളരെയധികമായ ബുദ്ധിമുട്ട്. ഡോക്ടർ അന്നേരവും ഭാര്യ വളരെയധികമായി രോഗിയായി. ഹല്ലേലൂയ ഭാര്യ മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ അതിന്റെ നടുവിലും ദൈവത്തിന്റെ വലിയ കരം ഹല്ലേലൂയ ലഭിച്ചു. കർത്താവ് എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകി. ഇന്ന് അവര് എന്റെ സ്വത്താണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഹല്ലേലൂയ സേനാപതികളാണ് അവര്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ സാധാരണ ഹല്ലേലൂയ ഞാൻ ഈ 3 പെൺകുഞ്ഞുങ്ങളെയും ഞാൻ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ആൺ തലമുറകൾ വേണ്ട, എനിക്ക് പെൺ തലമുറകൾ മതി എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. പക്ഷേ പഞ്ചാബിൽ അല്ലെങ്കിൽ 3 തലമുറകൾക്ക് 3 പെൺകുട്ടികളൊക്കെ പഞ്ചാബിൽ ലഭിക്കുക എന്ന് വെച്ചാൽ അവർ പറയുന്ന ഭയങ്കര ശാപമെന്നാ പറയുന്നത്. അല്ലെങ്കിൽ എന്നോട് പലരും വന്ന് ചോദിച്ചു, പക്ഷേ അയ്യോ നിങ്ങളോട് വളരെ മോശമായ കാര്യം നിങ്ങൾക്കുണ്ടായത്, ഒരു ആൺകുട്ടി വേണമായിരുന്നു, അല്ലെങ്കിൽ 3 പെണ്ണായി പോയല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കൊരു വിഷമല്ല, എനിക്ക് സന്തോഷമാണ്. ഈ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് അഭിമാനമാണ്. ഹല്ലേലൂയ. ഇന്ന് അവർ എന്റെ കൂടെ എന്റെ ശുശ്രൂഷയിൽ എന്നോടൊപ്പം എന്നെക്കാൾ ഉപരി ഹല്ലേലൂയ അവർ എന്റെ ശുശ്രൂഷയിൽ എനിക്ക് കൈത്താങ്ങൽ നൽകുന്നു. എന്നോട് ഒപ്പം ചേർന്ന് ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ അവർ ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്ക് ഒരു വിഷമവുമില്ല. ഇന്നിരുന്ന് അല്ലെങ്കിൽ എന്റെ പ്രാണൻ പോയാലും അല്ലെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രസ്താവിക്കുവാൻ അവർ പ്രാഗൽഭ്യമുള്ളവരായി തീർന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാധാരണ ഞാൻ പറയാറുണ്ട്, ഹല്ലേലൂയ ഒരു രാജാവും യുദ്ധത്തിന് വേണ്ടി മുന്നിലേക്ക് ഇറങ്ങാറില്ല. ഹല്ലേലൂയ രാജാവ് യുദ്ധത്തിന് ഇറങ്ങില്ല. രാജാവ് അവരുടെ സൈന്യത്തെയാണ് തയ്യാറാക്കി മുൻനിരയിൽ നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെയാ ഞാൻ ഹല്ലേലൂയ എന്റെ തലമുറകളെ തയ്യാറാക്കി അവരെ മുൻനിരയിൽ നിർത്തിയിരിക്കുക. അവരോട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ യുദ്ധനിരയിലാണ്. ഹല്ലേലൂയ ശരിയായ യുദ്ധം ചെയ്യുക. നിങ്ങളെ യുദ്ധമാണ് ഞങ്ങളുടെ വിജയം. ഹല്ലേലൂയ. അങ്ങനെ 3 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് നൽകി. ഹല്ലേലൂയ. ഈ സാഹചര്യങ്ങളെല്ലാം വളരെയധികമായ ബുദ്ധിമുട്ടുകൾ. 2018 ഞാൻ 40 ദിവസം ഉപവസിക്കുമ്പോൾ എന്റെ സഹോദരിൽ കൂടെ ഒരു ദൈവിക ആലോചന വന്നു. നിങ്ങൾക്ക് ഇവിടെ കർത്താവ് സ്വന്തമായ ഒരു വസ്തു നൽകുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ അതിൻ്റെതായ എല്ലാ കാര്യാദികളും കർത്താവ് നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്നു. ഈ ആലോചനകളൊക്കെ പറയുമ്പോൾ കടക്കാർ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അല്ലെങ്കിൽ ഒരു ചായ മേടിച്ച് കുടിക്കുവാൻ പൈസ ഇല്ല, പാല് മേടിക്കുവാൻ പൈസ ഇല്ലാത്ത സാഹചര്യത്തിലാണ് വലിയ വലിയ പ്രവചനങ്ങൾ അല്ലെങ്കിൽ കാതുകളെ കുളിർമയണിയിപ്പിക്കുന്ന പ്രവചനങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള ചിന്തകൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഉപവാസത്തിന്റെ അവസാന ദിവസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപവാസം ഫിനിഷാക്കി അല്പ കഞ്ഞിയും കുടിച്ചിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. ഞാൻ ഈ ഫരീദ്കോട്ടിൽ വന്ന സമയം മുതൽ പരിചയമുള്ള ഒരു ഡോക്ടറാണ്. ഇതുവരെയും പുള്ളി എന്നെ വീട്ടിൽ വിളിച്ചിട്ടില്ല, എന്നെ ഒരു ഫോൺ കോൾ ചെയ്തിട്ടില്ല. എന്റെ ഒരു വിശ്വാസി ആ പ്രിയ ഡോക്ടറെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൾ മുഖേന നമ്പർ കിട്ടി എന്നെ വിളിച്ചു, പക്ഷേ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വരണം, എനിക്ക് ശരീരത്തിൽ ഭയങ്കര ക്ഷീണമുണ്ട്. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ആ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ കാണുവാൻ കഴിയാത്ത കാര്യം, അദ്ദേഹത്തിന്റെ മകൾ ഒരു ഭ്രാന്തിയെ പോലെ അവിടെ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞ എന്റെ മകൾ ഹല്ലേലൂയ മരിച്ചു പോകും, അവൾ ആത്മഹത്യ ചെയ്യും, അവളുടെ കുടുംബം തകർന്നു പോയി, അവൾക്ക് ഇനി മരണം മാത്രമേ അവൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യൂ. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. ആ സഹോദരി മാനസിക നിലയിൽ ഹല്ലേലൂയ സ്വസ്ഥമായി അവൾക്ക് ഒരു ബൈബിൾ കൊടുത്തു. അവൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അവളുടെ ഭർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ അവളെ ഉപേക്ഷിക്കാൻ പോവുകയാണ്, അതിന് വേണ്ട ഡിവോഴ്സിന്റേതായ എല്ലാ കാര്യങ്ങളും അവർ ക്രമീകരിച്ചു. ആ ഭർത്താവ് വീട് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയ്ക്കേണ്ടി വരിക, നിങ്ങൾ ഭർത്താവ് മടങ്ങി വരും, നിങ്ങളുടെ അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ ചെയ്യും. ദൈവം അങ്ങനെ തന്നെ ചെയ്തു. എന്തെല്ലാം കാര്യം ദൈവം പറഞ്ഞു അതുപോലെ കർത്താവ് ചെയ്തു. ആ സഹോദരി മാനസികമായി സെറ്റായി, അവർ പ്രാർത്ഥനയ്ക്ക് വരുവാൻ തുടങ്ങി. ചില ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ ഭർത്താവ് മടങ്ങി വന്നു. ആ ഭർത്താവിനെയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പോ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, വന്നതും പോയതെല്ലാം പോട്ടെ, ഇനി നമുക്ക് ഒരുമിച്ച് പോകാം. ഇത്ര എന്റെ മനസ്സിന് ഈ മാറ്റം വരാൻ എന്താണ് കാര്യം? അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയി. അങ്ങനെ അവർ പിന്നെ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രണ്ടുപേരും കൂടെ കടന്നു വന്നു, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം ആ കുടുംബത്തിന് സമാധാനം നൽകി. ഇന്നും ആ കുടുംബം സന്തോഷത്തോടു കൂടി ഇന്ന് അവർ കഴിഞ്ഞു പോകുന്നു. ആ ഡോക്ടർ ഒരു വസ്തു വിൽക്കുവാൻ വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസി എന്നോട് എന്ന് പറഞ്ഞു, പാസ്റ്റേ ഡോക്ടർ അങ്കിളിന്റെ വസ്തു വിൽക്കാൻ പോവാണ്, പാസ്റ്റർക്ക് മേടിക്കുവാൻ പറ്റും, ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു വെച്ച് പാല് മേടിക്കാൻ പൈസ ഇല്ലാത്ത സമയത്താണ് വസ്തു മേടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ പാസ്റ്റർ നോക്കുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ, എന്നാ പിന്നെ പോയേക്കാം. അവർ രണ്ടുപേരും, ഞങ്ങളും കൂടെ 4 പേര് ചേർന്ന് ഞങ്ങൾ ഈ വസ്തു മേടിക്കുവാൻ വേണ്ടി, വസ്തു നോക്കുവാൻ വേണ്ടി ഇവിടെ കടന്നു വന്നു. ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല സുന്ദരമായ വസ്തു, സ്ട്രീറ്റിന്റെ ഏറ്റവും അവസാനത്തെ വസ്തു, യാതൊരു ശല്യവുമില്ല. ഞങ്ങൾ ഇവിടെ കരമുയർത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വസ്തു ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചു, മടങ്ങിപ്പോയി. പിന്നെ ഒരു അനക്കവും ഇല്ല. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ 2018 നവംബർ മാസം അവസാനം ഒരു ദേവദാസനിൽ കൂടെ എന്റെ സഹോദരി പറഞ്ഞ ആലോചനയെ ഉറപ്പിക്കുവാൻ വേണ്ടി അത് ഒരു ആലോചന കൂടെ കേട്ടു. ദേവദാസനെ 2018 ഡിസംബർ 31 തീരുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തം എന്ന് പറയുവാൻ ഒരു പ്രോപ്പർട്ടി കർത്താവ് തരാൻ പോവാണ്. ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല, ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ വാഗ്ദത്തങ്ങൾ ഒത്തിരി ഞങ്ങളെ ചെവിയിൽ ഞങ്ങൾ കേട്ടു. ഇനി എന്നാണ് ആ വാഗ്ദത്തം നിവർത്തിക്കുന്നത്? എല്ലാ വർഷവും പുതിയ വർഷം ജനുവരി ആകുമ്പോൾ പുതിയ ഡയറി മേടിക്കും. ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം ഫരീദ്കോട്ടിൽ സ്വന്തമായി ഒരു വസ്തു മേടിക്കണം, അവിടെ ഒരു ആലയം പണിയണം. ഇതാണ് എല്ലാ വർഷവും 18 വർഷം നിരന്തരമായി ഹല്ലേലൂയ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ 18ാമത്തെ വർഷം ദൈവത്തിന്റെ അത്ഭുതം കർത്താവ് ചെയ്തു. ഈ ഡിസംബർ മാസം, അപ്പോ നവംബർ തീർന്നു, ഡിസംബർ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാക്ക് കൗണ്ട് തുടങ്ങി. 31, 30, 29, 28 ഞങ്ങൾ ഇങ്ങനെ എണ്ണി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇനി 31 ആകാൻ ഇനി ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ മാത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഡിസംബർ മാസത്തിൽ എനിക്കൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. ദിവാസൻ ഹജിപാസ് അല്ലേ? അതെ. പഞ്ചാബിലാണല്ലേ? അതെ. പാസ്റ്റർ അവിടെ എങ്ങനെയുണ്ട് മിനിസ്ട്രി ഒക്കെ? ഞാൻ പറഞ്ഞു, മിനിസ്ട്രി ഒക്കെ വളരെ അനുഗ്രഹമായി ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു, നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. പാസ്റ്റേ അവിടെ വസ്തുവിനൊക്കെ എന്നാ വിലയുണ്ട്? പാസ്റ്റർ എവിടെയെങ്കിലൊക്കെ വസ്തു എല്ലാം നോക്കിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് മനസ്സിലൊരു ക്ലിക്കായി, എവിടെയോ ദൈവം പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു പരിചയമില്ല, ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു, പാസ്റ്റേ ഞാൻ പറഞ്ഞു, ദേവാസിനെ ഒരു വസ്തു ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, വിലയൊന്നും അറിയത്തില്ല. പാസ്റ്റർ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ചെന്ന് ആ വസ്തുവിന്റെ വിലയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഓടി, ഞാൻ ചെന്ന് ആ ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ സാബ്, ഈ എത്ര രൂപയ്ക്ക് നിങ്ങൾ വസ്തു കൊടുക്കും? പുള്ളി പറഞ്ഞു, 2.5 ലക്ഷം രൂപയ്ക്ക് ഈ വസ്തു തരാം. ഞാൻ വന്ന് അതുപോലെ തിരിച്ച് മെസ്സേജ് ഇട്ടു, പാസ്റ്റർ ഇതേപോലെ 2.5 ലക്ഷം രൂപ പറയുന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്നുകൂടെ ചെന്ന് അന്വേഷിച്ച് നോക്ക്, എത്ര രൂപയ്ക്ക് തരുമെന്ന് ഒന്നുകൂടെ ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ ചർച്ച് പണിയാനാണ്, എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും? പുള്ളി പറഞ്ഞു, 2 ലക്ഷം രൂപയ്ക്ക് ഈ വസ്തു ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടു കൂടി വന്ന് തിരിച്ച് മെസ്സേജ് ഇട്ടു. ഫോൺ കോൾ ഇല്ല, വെറും വോയിസ് മെസ്സേജ് മാത്രമാണ്. 3-ാം ദിവസം എന്നോട് പറഞ്ഞു, പക്ഷേ പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ഇട്ടു എടുത്തു. 4-ാം ദിവസം രാവിലെ 10:30 ആയപ്പോൾ എന്റെ അക്കൗണ്ടിൽ ആ വസ്തു മേടിക്കാനുള്ള 2 ലക്ഷം രൂപ വന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി പറഞ്ഞു, ഫരീദ്കോട്ടിൽ ഒരു വസ്തു മേടിച്ചു തരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പ്രേരണ തന്നു. അത് ഞങ്ങൾ ചെയ്തു. പിന്നെ ഒരു കാര്യം, വസ്തു മേടിക്കുന്നത് പാസ്റ്റർ പേരിൽ മേടിക്കണം. കാരണം ദൈവാലോചനയ്ക്ക് ഭംഗം വരുത്തരുതല്ലോ. ദൈവാലോചന പറഞ്ഞത് ഹല്ലേലൂയ വസ്തു സ്വന്തം പേരിൽ കിട്ടുമെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പാസ്റ്റർ പേരിൽ തന്നെ അത് മേടിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാഷ് ഇട്ടു തന്നു. ഡിസംബർ 17-ാം തീയതി ഞങ്ങൾ വസ്തു രജിസ്റ്റർ ചെയ്തു. ദൈവം പോഷക്ക് പറയത്തില്ല, അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ ഈ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്കൊരു ആലയം കർത്താവ് ഇവിടെ പണിയുവാൻ കർത്താവ് സഹായിച്ചു. ഈ ആലയം പണിതുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, പാസ്റ്റേ ആദ്യം ഒരു വീട് പണിയുക, വീട് പണിതതിന് ശേഷം അതിനോട് ചേർന്ന് ചില ഒരു ഹോള് പോലെ ഒന്ന് പണിതാൽ ആരാധനയ്ക്ക് അത് മതിയാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ആദ്യം, ഞാനിവിടെ വീട് പണിയാനല്ല വന്നത്, ആദ്യം എനിക്ക് ഇവിടെ ഒരു ആലയം പണിയണം. ഞാൻ കർത്താവേ, എന്റെ പ്രാണം പോകുന്നതിന്, എപ്പോഴാണ് മനുഷ്യന്റെ പ്രാണം പോകുന്നതിന് അറിയത്തില്ല, പ്രാണം പോകുന്നതിന് മുൻപ് ഇവിടെ ഒരു ആലയം എനിക്ക് ഉയർന്ന് കാണണം.
പ്രൈസലോ. അതായിരുന്നു എന്റെ നിരന്തരമായുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ വീടുണ്ടാക്കുന്ന ഒരു ലക്ഷ്യം, ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നില്ല. ഞാൻ ഇവിടെ ഒരു വലിയൊരു ഹോളിന് വേണ്ടി ഞാൻ അടിസ്ഥാനം ഇട്ടു. അടിസ്ഥാനത്തിന് വേണ്ടി എന്റെ മകൾ ചെന്ന് സുവിശേഷം പറഞ്ഞ് അവളുടെ ടീച്ചറിനോട് സുവിശേഷം പറഞ്ഞു. ഒരു കത്തോലിക്കക്കാരായിരുന്നു. ചെന്ന് സുവിശേഷം പറഞ്ഞു. അവർക്ക് സുവിശേഷം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ മാനസാന്തരപ്പെട്ടു, ചർച്ചിലേക്ക് കടന്നു വന്നു, ഇവിടുന്ന് സ്നാനപ്പെട്ടു. അവർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി ബാംഗ്ലൂരിലേക്ക് കടന്നുപോയപ്പോൾ ആലയത്തിന്റെ പണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ 25,000 രൂപ അവരെനിക്ക് തന്നു. പാസ്റ്റർ, ഈ പൈസ കൊണ്ട് അടിസ്ഥാനം തുടങ്ങാൻ പറഞ്ഞു. വിശ്വാസത്തോടു കൂടി 25,000 രൂപ കൊണ്ട് വലിയൊരു ബിൽഡിങ്ങിന് അടിസ്ഥാനം ഇട്ടു. കർത്താവ് പണിയെ അങ്ങ് ആരംഭിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ പണി ആരംഭിച്ചു. പല ബുദ്ധിമുട്ടുകൾ, പല പ്രയാസങ്ങൾ ഇതിന്റെ നടുവിൽ കടന്നു വന്നു. എന്നാൽ ഞങ്ങൾക്കറിയത്തില്ല, പല വഴികളിൽ കൂടെ, ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല വ്യക്തികളിൽ കൂടെ ദൈവത്തിന്റെ നന്മകളെ ദൈവം ഞങ്ങൾക്ക് നൽകി. ആലയത്തിന്റെ വാർപ്പ് കഴിഞ്ഞു. ഓരോ ഘട്ടം കഴിയുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, എന്തായാലും വാർത്ത് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് തറ തല്ലി ഒതുക്കിയിട്ട് നമുക്ക് അവിടെ ചെന്നിരുന്ന് ആരാധിക്കാം എന്നുള്ള. അന്നേരത്തേന് ഒരാൾ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ അവിടെ തറയിടുന്നതിന് നമുക്ക് ഒരു ടൈൽ ഒട്ടിക്കണമെങ്കിൽ എന്നാ വിലയാകും? ഒന്ന് അന്വേഷിച്ച് പറ പാസ്റ്റേ. ഞാൻ ഇത്ര രൂപയാകും. എന്നാ പിന്നെ ടൈൽ ഇട്ടോ. അപ്പോ നമുക്ക് ഇനി തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അല്ലെ. അന്നേരം ദൈവത്തിന്റെ ഓരോ സമയങ്ങളിൽ ഓരോ വ്യക്തികളെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ഓരോ പണിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ സഹായിക്കുവാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ ഓരോരുത്തരെ കരുതി. ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഞങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോൾ ആലയം പണിത് ഇങ്ങനെ ഇട്ടു. ഇവിടുത്തെ ഒത്തിരി മദ്യപാനികളും മയക്കുമരുന്ന് ചെയ്യുന്നവരും, ഗേറ്റില്ല, ആലയം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം ഇത് ആലയമാണെന്ന്, അവർക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ഇതിനകത്ത് കയറി വന്നിരുന്ന് ചീട്ടുകളിയും ചാരായം കുടിയും. കാരണം ഇവിടെ ഗേറ്റില്ല. ഞാൻ ഇത് ഇവിടെ നോക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നത്, ഞാൻ കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ അവരോട് ഇറങ്ങി പോകാനോ അവരോട് കയർത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവര് വന്ന് ഇവിടെ ഇരിക്കുന്നത് അവർ കാണുമ്പോൾ ഞാൻ തിരിച്ചു വന്നതുപോലെ ഞാൻ അങ്ങ് തിരിച്ചു പോകും. ഞാൻ ചെന്ന് ദൈവസ്ഥനിൽ മുഴങ്കാൽ മടക്കി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ, കാരണം നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആരോടും ഒരു വാക്ക് ഞാൻ തിരിച്ച് അവരോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ, അവിടെ ഗേറ്റ് ഇല്ല എന്ന്, ചർച്ചിന് അവിടെ ഗേറ്റ് ഇല്ല എന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു. അവിടെ ഗേറ്റ് പാസ്റ്റർ ഫിക്സ് ചെയ്തോ, ഗേറ്റിന് എന്നാ വിലയാകും എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് തന്നെ, പാസ്റ്റർ അത് അന്വേഷിച്ചിട്ട് പറയുക. ഞാൻ ഗേറ്റിന്റെ വില എന്ന് അന്വേഷിച്ചു, കാര്യം റെഡിയായി. പുള്ളി പറഞ്ഞു, പാസ്റ്റർ പെട്ടെന്ന് ഗേറ്റ് ഇട്ടോ എന്ന് പറഞ്ഞു. ഗേറ്റിന്റെ പൈസ വന്നു, ഗേറ്റ് ഇട്ടു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് മെയിൻ ഗേറ്റായി. അടുത്ത ചർച്ച് ഹോളിനകത്ത് വാതിലില്ല. ഞങ്ങൾ കർത്താവെ മെയിൻ ഗേറ്റായി, ബന്ധുവാസായി, ഇനി ചർച്ചിനകത്ത് ഗേറ്റില്ല. എന്തായാലും ഞങ്ങൾ ചർച്ചിന്റെ കാര്യങ്ങളെല്ലാം സെറ്റായി. ഞങ്ങൾ എന്തായാലും പറഞ്ഞു, നമുക്ക് ചർച്ചിനോട് ചേർന്ന് നമുക്ക് വസ്തു തന്ന ആളിന്റെ 2 കട റൂമുണ്ട്. അദ്ദേഹം പറഞ്ഞു, വാടകയൊന്നും വേണ്ട, നിങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ താമസ സൗകര്യമൊന്നുമില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോ. 2 റൂമുണ്ട്. ഒരു റൂം ഞങ്ങൾ അടുക്കളയും ബെഡ്റൂമും എല്ലാം കൂടെ ആക്കി ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് ഞങ്ങളെ ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. വാടക വേണ്ടെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ബില്ല് എഴുതി തന്നു, 67,000 രൂപ. നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ, ഇത്രയും ദിവസം ഇവിടെ താമസിച്ചതിന്റെ വാടകയാണ്. ഈ വാടക തന്നിട്ട് ആ റൂം എഴുതി തരാൻ പറഞ്ഞു. അത് കേട്ടപ്പോ എന്റെ ചങ്ക തുറന്നു. 67,000 രൂപ വെച്ച് 7,000 രൂപ എടുക്കാനില്ലാത്ത എന്നോട് ഈ 67,000 രൂപ ഞാൻ ഇവിടെ നിന്ന് ഞാൻ കൊടുക്കും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ആ സമയത്ത് എന്റെ ഭാര്യ പിതാവും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് ഈ പേപ്പർ വെച്ചിട്ട്, ഈ പേപ്പറിന്റെ പുറത്ത് കൈ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നു, വേറൊരു കോൺട്രാസ്റ്റിന്റെ മോശയോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് അധികം ഭാരമായുള്ളത് എന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവിൻ. എന്നാൽ അതങ്ങനെ വചനമാണ്. ഈ തുക ഞങ്ങൾക്ക് ഭാരമാണ്. കർത്താവെ, ഇതങ്ങ് ലഘൂകരിച്ചു തരണം.
പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം ഇവിടുത്തെ ഒരു ധനികനായ ഒരു മനുഷ്യൻ, അപ്പോൾ തന്നെ ഒരു ഗുണ്ട ടൈപ്പാണ്. എല്ലാ ഇവിടുത്തെ ആൾക്കാർ മൊത്തം അദ്ദേഹത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞ്, ഞാൻ വന്ന് ഇവിടെ ആരും ഇങ്ങനെ ആർക്കും ഞാൻ റിക്വസ്റ്റ് കൊടുക്കാറില്ല, അന്നെല്ലാം അടിച്ച് പൊളിച്ച് കറിയാനുള്ളത്. നിങ്ങൾ ഇത്ര ദിവസത്തിനകത്ത് നിങ്ങളുടെ സ്ഥാനം മാറ്റി തരണം, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാകും. പിന്നെ ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വിഷയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് വിളിച്ചു, എന്ന് സംസാരിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് എന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ പുള്ളിക്ക് കാര്യം മനസ്സിലായി. അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി ആ ഡോക്ടറിനെ ഫോൺ ചെയ്തു, വിളിഞ്ഞു, നാളെ ഇത്ര പൈസ ഒന്നും ഇവർക്ക് തരാൻ പറ്റത്തില്ല, അവർ 7000 രൂപ നിങ്ങൾക്ക് തരും, അത് ഇത്ര ദിവസത്തിനകത്ത് അവർ എന്റെ കയ്യിൽ കൊണ്ടുവരും, എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. അങ്ങനെ 67,000 രൂപ എന്നുള്ളത് 7,000 രൂപയ്ക്ക് കർത്താവ് ഒതുക്കി തന്നു. അവൻ ലഘൂകരിച്ചു തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ഭവനത്തിന്റെ പണി ഞങ്ങൾ ഇവിടേക്ക് വന്ന് താമസം മാറി. ഇപ്പോഴും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആ റൂമിലാണ് ഇരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീടിന്റെ മേൽക്കൂര ഇഷ്ടിക പാകിയതാണ്. മഴ പെയ്തു കൊണ്ടിരുന്നപ്പോൾ ഇഷ്ടിക എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ പോന്നു. കുഞ്ഞുങ്ങൾ അവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചായ ഇട്ടിട്ട് പെട്ടെന്ന് ഇനി മുകളിലേക്ക് ചായയും കൊണ്ട് ഈ മുകളിലേക്ക് കയറിയതും അത് മൊത്തം പൊളിഞ്ഞു വീണു. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവ് ഞങ്ങൾ രക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് ഇവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഇവിടുത്തെ ഞങ്ങളെ വീട്ടിന്റെ മുകളിൽ, ചർച്ചിന്റെ മുകളിൽ ഒരു 2 റൂം പണിയുവാൻ കർത്താവ് സഹായിച്ചു. ഒരു ടീം ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി കടന്നു വന്നത്. അവർ ഇവിടുത്തെ അവസ്ഥ, ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് അവർ, പാസ്റ്റേ ഇങ്ങനെയാണോ പാസ്റ്റർ ഇവിടെ കഴിയുന്നത്? ഹല്ലേലൂയ, ഞങ്ങൾ ഒഴിച്ച് പാസ്റ്റർ ഇവിടെ നല്ല സെറ്റപ്പിലാണ് പാസ്റ്റർ ഇവിടെ കഴിയുന്നതെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷേ ഹല്ലേലൂയ, ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പരിതാപമായി പോയി. ഹല്ലേലൂയ, ഞാൻ ചർച്ച ബോർഡിൽ ചേർന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ഓവർസിയർ ഹല്ലേലൂയ, ഇന്ന് കർത്താൻദാസൻ മരണപ്പെട്ടു ചില മാസങ്ങൾക്ക് മുൻപ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ രാജു തോമസ് അവറുകൾ, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം, ഞാൻ കണ്ടിട്ടില്ല ഒരു ഓവർസിയറും ഹല്ലേലൂയ തന്റെ പ്രവർത്തകന്റെ അടുക്കൽ വന്ന് വാവിട്ട് കരയുന്ന രംഗം ഞാൻ ഇതുവരെയും ആരെയും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ആ റൂമിൽ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നിന്ന് താൻ വാവിട്ട് പൊട്ടി കരഞ്ഞു. ഹല്ലേലൂയ, കടന്നുപോയി പറഞ്ഞു, പാസ്റ്റേ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, കർത്താവ് ഇതിനെല്ലാം മാറ്റം വരുത്തും. പാസ്റ്റർ എന്താ ഒരു വാക്ക് പറയാത്തെ? ഞാൻ പറഞ്ഞു, പാസ്റ്റേ ഇതൊക്കെ നമ്മുടെ കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗമല്ലേ, ഇതൊക്കെ ഇതൊന്നും കുഴപ്പമില്ല ദേവാസനെ, അല്ലല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ സാന്ത്വനപ്പെടുത്തി. കർത്താവിന്റെ ദാസൻ കടന്നുപോയി. എന്നാൽ ഹല്ലേലൂയ, ഈ 2021 ഒരു ദൈവാലോചന ഉണ്ടായി. 2024 കൂടി ഹല്ലേലൂയ നിങ്ങളെ ഭവനത്തിന്റെ പണി നടക്കുമെന്ന്. ഹല്ലേലൂയ, 2024 ഹല്ലേലൂയ തുടക്കത്തെ 2023 അവസാനം ഹല്ലേലൂയ ഇവിടെ ഭവനത്തിന്റെ പണി തുടങ്ങുവാൻ വേണ്ടി കർത്താവ് സഹായിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇന്നിങ്ങനെ അന്നേ നിങ്ങളോട് പറഞ്ഞല്ലേ ആദ്യം 2 റൂമൊക്കെ പണിതതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആലയത്തിന്റെ ഒരു ചെറിയൊരു ഹോള് പണിയാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് വീടല്ല വേണ്ടത്, എനിക്ക് ആലയമാണ്. പക്ഷെ അന്ന് ഞാൻ വീട് പണിതെങ്കിൽ ഇന്ന് എനിക്കൊരു ഭവനം ലഭിക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ഹല്ലേലൂയ പൈസ ചെലവഴിച്ചു. ഹല്ലേലൂയ, ഞാൻ സ്റ്റെപ്പ് എടുത്തത് കൊണ്ട് ഇന്ന് മനോഹരമായ ഹല്ലേലൂയ ഒരു പാർപ്പിടം ഹല്ലേലൂയ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഹല്ലേലൂയ ഉദ്ഘാടനം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ കർത്താവ് ഞങ്ങളെ ഇങ്ങനെ നടത്തി. കാരണം ഓരോ ദിവസവും ദൈവം വിശ്വസ്തൻ എന്ന് കർത്താവ് ഞങ്ങളെ മനസ്സിലാക്കിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. സൈക്കിളിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിളിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ, സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിളിൽ നിന്ന് ഒരു പുതിയ മോട്ടോർ സൈക്കിളിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ, ഞങ്ങൾ 5 പേര് ഹല്ലേലൂയ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ മോട്ടോർ സൈക്കിളിനെ കാണാൻ കഴിയത്തില്ല. പോലീസുകാരെ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുക്കും. ഹല്ലേലൂയ പറഞ്ഞ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടും. ഞാൻ സാറേ ഇട്ടോ, ഞങ്ങൾ ഫേമസ് ആകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നിങ്ങൾക്ക് ചലാൻ കെട്ടി. ഞാൻ സാറേ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഇതേ ഉള്ളൂ, ഞങ്ങൾക്ക് 5 പേർക്ക് ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾ ശുശ്രൂഷകരാണ്. ഹല്ലേലൂയ, കാരണം വണ്ടി കാണാൻ പറ്റത്തില്ല, അത്രയും നിറഞ്ഞ പെട്രോൾ ടാങ്ക് മുതൽ ബേക്ക് വരെ ഹല്ലേലൂയ മൊത്തം സവാരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ ദൈവത്തിന്റെ അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം.
ഒരു യോഗ്യതയും ഇല്ലാത്ത കുടുംബ മഹിമ പറയുവാൻ, ഹല്ലേലൂയ, പാരമ്പര്യം പറയുവാൻ, ഒരു ഹല്ലേലൂയ ഒന്നുമില്ലാത്ത ഞങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കർത്താവ് ഞങ്ങളെ മാനിച്ചു. ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ, അല്ല ഞങ്ങളെ ഭവനത്തിന്റെ എപ്പോഴാണ് ഭവനത്തിന്റെ പണിയൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഭവനത്തിന്റെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാറും കൂടെ വേണം. കാരണം കാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇളയ കുഞ്ഞ് കുറച്ചുകൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് റോഡ് കാണാൻ പറ്റാത്ത ഗതിയാവും. പിന്നെ വണ്ടി ഓടിക്കുന്നത് ബുദ്ധിമുട്ടാകും. കർത്താവ് ഒരു വാഹനം ഞങ്ങൾക്ക് ഞങ്ങളെ ഭവനത്തിന്റെ പണി കംപ്ലീറ്റ് ആകുമ്പോൾ വേണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം വിശ്വസ്തൻ. നമ്മുടെ പ്ലാൻ അല്ലല്ലോ ദൈവത്തിന്റെ പ്ലാൻ, നമ്മുടെ ചിന്തയല്ലല്ലോ ദൈവത്തിന്റെ ചിന്ത. ഭവനം പണിയുന്നതിന് മുൻപേ കർത്താവ് ഒരാളെ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവിടെ പറഞ്ഞു വിട്ട് ഹല്ലേലൂയ ഒരു 4 വീലർ ഞങ്ങൾക്ക് വാങ്ങി തന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഹല്ലേലൂയ വിശ്വസ്തൻ. ഇതൊന്നും ഹല്ലേലൂയ വലിയ നന്മകളൊന്നും അല്ല. ഇതൊക്കെ ഇവിടെ ഈ ലോകത്തിലുള്ള ചെറിയ പ്രോത്സാഹന സമ്മാനങ്ങളാണ്. സമ്മാനം ലഭിക്കാൻ അവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ല ഇതെല്ലാം ലഭിച്ചിട്ടും അവിടെ സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ചെറിയ പ്രോത്സാഹന സമ്മാനം തന്ന് വലിയ സമ്മാനത്തിലേക്ക് വേണ്ടി നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ചെറിയ നന്മകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങൾ ഇവിടെ കടന്നു വന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ തെരുവിലേക്ക് ഞങ്ങൾ ഇറങ്ങി സുവിശേഷമായി കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് മെയിൻ റോഡിൽ ഞങ്ങൾ ഇവിടുത്തെ അടുത്തൊരു മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ വിശ്വാസികളുമായി ഞങ്ങൾ തെരുവിൽ ഞങ്ങൾ സുവിശേഷമായ രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം നടത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേന് 2 മദ്യക്കുപ്പി ഹല്ലേലൂയ എന്റെ തൊട്ട് മുൻപിൽ വന്ന് ഹല്ലേലൂയ വീണു പൊട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരെണ്ണം എന്റെ ചർച്ചിലെ ഒരു വരുന്ന ഒരു പൈതലിന്റെ ഹല്ലേലൂയ മുതുകത്ത് ഹല്ലേലൂയ അത് തട്ടി, അത് പൊട്ടിച്ചിതറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പ വ്യത്യാസത്തിൽ പ്രാണനെ കർത്താവ് രക്ഷിച്ചു. ഹല്ലേലൂയ. പറഞ്ഞത് ഹല്ലേലൂയ. അവിടെയും ഞാൻ എന്റെ മനസ്സിലെ ഒരേ ഒരു ആഗ്രഹം, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം. ഞാൻ എന്റെ കുഞ്ഞു പ്രായത്തിലെ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ മിഷണറിമാരെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ സമയത്തെല്ലാം ചലഞ്ച് ഞാൻ ഏറ്റെടുക്കും. കർത്താവെ, അങ്ങനെ കഷ്ടം സഹിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ എനിക്കും പോകണം, എനിക്കും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം. അങ്ങനെ കഷ്ടം സഹിക്കുന്ന ഒരു ചലഞ്ച് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ബൈബിളിൽ ഞാൻ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എവിടെയെല്ലാം കഷ്ടത എന്നുള്ള പദം എവിടെ എവിടെയെല്ലാം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കും ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം. കാരണം അവൻ ഹല്ലേലൂയ വചനം പറയുന്നത്, പൗലോസ് പറയുന്നത് ഹല്ലേലൂയ കഷ്ടം സഹിക്കാൻ യോഗ്യനായവൻ എന്നെ എണ്ണിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത കൂടി വരുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ യോഗ്യനാണ്. ഹല്ലേലൂയ. പട്ടിണി കിടന്ന് ഹല്ലേലൂയ ജീവിതം ഹല്ലേലൂയ നശിച്ചു പോകുമെന്ന് തോന്നിയ സാഹചര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ട് കഴിയുന്ന സമയത്ത് ഹല്ലേലൂയ അവർ കിടന്നുറങ്ങി. ഹല്ലേലൂയ. രാത്രി 12 മണിയായി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. അവർ ആഹാരം കഴിക്കാതെ അവർ കിടന്നുറങ്ങി. ഹല്ലേലൂയ. പെട്ടെന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ വാതിൽ വന്ന ഒരാൾ മുട്ടി. ഞങ്ങളെ ഒരു ചർച്ചിലെ ഒരു വിശ്വാസി സഹോദരനാണ്. അദ്ദേഹം ഹല്ലേലൂയ പറഞ്ഞു, പാസ്റ്റേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഹല്ലേലൂയ. എന്റെ അകത്ത് ഒരു പ്രേരണ, ഹല്ലേലൂയ, പാസ്റ്റർ അടുത്തേക്ക് വരണമെന്ന്. ഹല്ലേലൂയ. പാതിരാത്രി തന്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പാലും എടുത്ത് 2 പാക്കറ്റ് ഹല്ലേലൂയ ബ്രെഡ് ഉണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ട് ഹല്ലേലൂയ ഭവനത്തിലേക്ക് കടന്നു വന്നു. പാസ്റ്റേ, ഇത് ഹല്ലേലൂയ കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തി. കർത്താവ് എത്ര വിശ്വസ്തൻ. ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഉണർത്തി. അല്ലെങ്കിൽ ഞങ്ങൾ ആ ബ്രെഡ് ഞങ്ങളെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർ പിന്നെ കിടന്നുറങ്ങി. പല ദിവസങ്ങൾ ഇങ്ങനെ പട്ടിണിയുടെ അനുഭവങ്ങൾ. എന്നാൽ ഒരു സത്യം, അല്ലെങ്കിൽ ആരോടും ഇതുവരെയും അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ്, എന്റെ കുടുംബക്കാരോടോ ബന്ധുക്കളോടോ സ്വന്തക്കാരോടോ ആരോടും ഞങ്ങൾ പട്ടിണിയാണ്, ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഇന്നേ വരെ അല്ലെങ്കിൽ ചോദിക്കുവാൻ കർത്താവ് ഇടവരുത്തിയിട്ടില്ല. ആ കഷ്ടത ഞങ്ങളെ വേലയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അത് സഹിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയതുകൊണ്ട് അതിന്റെ നടുവിലെല്ലാം കർത്താവിന്റെ അത്ഭുതത്തിന്റെ ഹല്ലേലൂയ കരം അവിടെ എല്ലാം കാണുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് മേടിക്കുക. എനിക്ക് അങ്ങനെ ഒരു പഠനമാണ് എനിക്ക് കിട്ടിയത്. പ്രാർത്ഥിച്ച് മേടിക്കുക. എന്നെ പഠിപ്പിച്ചു വിട്ടത് പ്രാർത്ഥിച്ച് മേടിക്കാനാണ് പഠിപ്പിച്ചു വിട്ടത്. അതുകൊണ്ട് മക്കളെ, ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങളും പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളും പ്രാർത്ഥിക്കുക. ഇന്ന് ഹല്ലേലൂയ
പകൽക്കാലം എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട്, എന്നെ കേൾക്കുന്ന മാന്യ കുഞ്ഞുങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥിച്ചാൽ കർത്താവ് സകലതും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ കൂടെ, എന്റെ തലമുറകളിലെ ചില അനുഭവങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളെ മുൻപിൽ ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ ഹല്ലേലൂയ ഇവർ നാട്ടിലേക്ക് കടന്നു പോയപ്പോൾ എന്റെ ഒരു സ്നേഹിതൻ ഹല്ലേലൂയ നാട്ടിലുണ്ട്. അവർ ഒരു പുതിയ ഒരു തുണിക്കട തുടങ്ങി. അവിടെ നിന്ന് 3 പേർക്കും ഒരേ കളറിലുള്ള ഒരു ഫ്രോക്ക് പോലത്തെ ഒരു തുണി കൊടുത്തു. അവർക്ക് ഇടാൻ വേണ്ടി. അത് ഇളയ കുഞ്ഞിന് അത് പാകമല്ല, അത് വലുതായി പോയി. അത് ഹല്ലേലൂയ അവിടെ അളിയന്റെ കുഞ്ഞിന് അത് കൊടുത്തിട്ട് പോന്നു. അപ്പോൾ അവൾക്ക് ആ കളറിലുള്ള തുണി അവൾക്ക് ഇടുവാനില്ല. അവർ പഞ്ചാബിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം. ചേച്ചിമാർക്ക് 2 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് ഉണ്ട്, എനിക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് ഇതേപോലത്തെ. ഞാൻ പറഞ്ഞു, പപ്പയുടെ കയ്യിൽ പൈസ ഇല്ല, നീ പ്രാർത്ഥിക്ക്, കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൾ ചർച്ചിൽ വന്ന് മുഴങ്കാൽ മടക്കി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഈ സെയിം കളറിലുള്ള തുണിയിലുള്ള ഒരു ഗൗണ് എനിക്ക് വേണം. നിങ്ങൾക്കറിയാമോ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ അക്കൗണ്ട് നമ്പർ എനിക്ക് വേണം. ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തു. പുള്ളി അതിൽ ഇച്ചിരി പൈസ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇത് പാസ്റ്റർ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി പാസ്റ്റർ എടുക്കരുത്. മിനിസ്ട്രിയുടെ ആവശ്യത്തിന് വേണ്ടിയോ പാസ്റ്റർ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയും ഇതിൽ നിന്ന് ഒരു പൈസ പോലും പാസ്റ്റർ എടുക്കരുത്. കുഞ്ഞുങ്ങൾ അവരെന്ത് ആവശ്യപ്പെടുന്നോ അത് അവർക്ക് മേടിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ കുഞ്ഞുങ്ങളോട് അവളോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, ദൈവം അത്ഭുതം ചെയ്തു. നിങ്ങൾക്കറിയാമോ, സെയിം കളർ. അത് അവർക്ക് തുണി മേടിച്ചത് കേരളത്തിൽ നിന്ന്, ഇവരിപ്പോൾ ആയിരിക്കുന്നത് പഞ്ചാബിൽ. സെയിം ക്വാളിറ്റിയുടെ, സെയിം കളറ്, സെയിം ഡിസൈൻ അവൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ആ തുണി ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിശ്വസ്തനാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തണുപ്പ് സമയത്ത് ഇവിടെ ഓറഞ്ചിന്റെ സീസണാണ്. ഇവർക്ക് ഓറഞ്ച് കഴിക്കുവാൻ ഭയങ്കര ആഗ്രഹം. എന്നോട് പറഞ്ഞു, പപ്പ, ഇന്ന് ഇച്ചിരി വെയിലുണ്ട്, ഓറഞ്ച് മേടിച്ചോണ്ട് വരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ, പപ്പയുടെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്. ഇവൾ ഓടി ചർച്ചിലേക്ക് കിടന്നു. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, ഈ വെയില് തീരുന്നതിന് മുമ്പ് പൈസ തന്നാൽ ഞാൻ മേടിച്ചോണ്ട് വരാം. ഇവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കി. കാണിക്കപാത്രത്തിന്റെ 2 വശത്തായിട്ട് 2 ഫ്ലവർ ബോട്ട് വെച്ചിരുന്നു, ചെറുത്. ഇതിൽ നിന്ന് 2 ഫ്ലവർ ഇവൾ ഇളക്കി. അവളുടെ വിശ്വാസം, അവൾക്ക് ഇപ്പൊ 9 വയസ്സ് പ്രായമേ ഉള്ളൂ നമുക്ക്. അവളുടെ വിശ്വാസം, ഈ 2 ഫ്ലവർ അതിൽ നിന്ന് അവൾ ഇളക്കി കാണിക്കപാത്രത്തിന്റെ അകത്ത് ഇട്ടിട്ട് കർത്താവിനോട്, കർത്താവേ, ഈ ഫ്ലവറിനെ പൈസയാക്കി തരണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ഫ്ലവറിന് പൈസയാക്കി തരണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ മറക്കാനാകാത്ത അനുഭവങ്ങളാണ്. ഇവൾ പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ ഇവൾ പുറത്തേക്ക് ഇറങ്ങി വന്ന്, ഞാൻ വെയിലത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഓടി വന്ന് എന്റെ മടിയിൽ കയറി വന്നിരുന്നു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, പപ്പ, ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചെങ്കിൽ കർത്താവ് ഇപ്പൊ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കേൾക്കണമോ? ഹല്ലേലൂയ. ഇത് പറഞ്ഞിച്ച് കഴിഞ്ഞ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. 2500 രൂപ എന്റെ ഫോണിൽ ക്രെഡിറ്റ് ആയിരുന്നു. ഹല്ലേലൂയ. എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഇത്ര പെട്ടെന്ന് കർത്താവ് പ്രാർത്ഥന കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞു, പപ്പ, ഞാൻ അതിനകത്ത് 2 ഫ്ലവർ ഇട്ടിട്ട് ഞാൻ യേശു പപ്പയോട് പറഞ്ഞു, ഇതിനെ പൈസയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പൈസ തന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാര്യയുടെ സഹോദരി പൈസ ഇട്ടതാണ്. കാരണം അവൾ ഒരു നേഴ്സാണ്. സാധാരണ അവൾ അളിയനും പാസ്റ്റ്, പപ്പയും പാസ്റ്റാണ്. അവരെ നമുക്ക് ദശാംശമൊന്നും നമുക്ക് തരാറില്ല. അവർ തന്നെ സമയമാകുമ്പോൾ ഒന്ന് മേടിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് അവൾക്കൊരു പ്രേരണ, അത് ഞങ്ങൾക്ക് തരണമെന്ന്. ഹല്ലേലൂയ. ആ മാസം ഞങ്ങൾക്ക് തരണമെന്ന്. അത് പപ്പയുടെ കയ്യിൽ കൊണ്ട് പൈസ ഇടാൻ കൊടുത്തു. അപ്പോ പപ്പയോട് പറഞ്ഞു, പപ്പ, ഇത് പൈസ നാളെ ഇട്ടാൽ മതി, അല്ല പപ്പ ഇപ്പം ബന്ധപ്പെടണ്ട എന്ന് പറഞ്ഞു. അപ്പോ പപ്പ പറഞ്ഞു, അല്ല, എനിക്ക് ഇന്ന് തന്നെ പൈസ കൊണ്ടിട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ ബന്ധപ്പെട്ട് ആ പൈസ കൊണ്ടുവന്ന് ഇട്ടുന്നു. കാരണം ആ സമയത്ത് ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന അവിടെ ഹല്ലേലൂയ നിർബന്ധം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നാം പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ എന്റെ മൂത്ത കുഞ്ഞ് അവളുടെ ഒരു രസകരമായ ഒരു പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ,
അല്ലെങ്കിൽ അഡ്മിഷന്റെ സമയമായപ്പോൾ പുതിയ വർഷത്തിലേക്ക് എന്നോട് ചോദിച്ചു, പപ്പ എല്ലാവരും പുസ്തകമൊക്കെ മേടിച്ചു, പപ്പ എന്താ പുസ്തകം മേടിക്കാത്ത? ഞാൻ പറഞ്ഞു, പൈസ ഇല്ല. അവൾ വായെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമുടക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ അവൾക്ക് വേണ്ട സകല സാധനത്തിന്റെ പേര് പറഞ്ഞു. അവൾക്ക് ബുക്ക് വേണം, പുസ്തകം വേണം, യൂണിഫോം വേണം, റൈസർ വേണം, പെൻസിൽ വേണം, ടിഫിൻ ബോക്സ് വേണം, എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ പപ്പയുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല, അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ പൊന്നു ദൈവമക്കളെ, കർത്താവ് അങ്ങനെ തന്നെ അനുസരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളെ ചെയ്തു. പ്രാർത്ഥന, അവൾ രാവിലെ ഇത് പ്രാർത്ഥിക്കുന്നു. 10 മണിയായപ്പോൾ അവൾക്ക് വേണ്ടുന്ന സാമ്പത്തിക നന്മ അവന്റെ അക്കൗണ്ടിലേക്ക് കർത്താവ് ഇട്ടു തന്നു. അവൻ എങ്ങനെ നമ്മൾ പറയുമോ അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി അവൻ ചെയ്തു തരും. ഹല്ലേലൂയ. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ ഞങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് 1-ാം തീയതി രാവിലെ ഞാൻ ഭാര്യയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റേ എനിക്കൊരു ചെറിയൊരു സഹായം ചെയ്യണം. ഞാനൊരു 2000 രൂപ പാസ്റ്റർക്ക് വേണ്ടി ഇടുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. പുള്ളി ബാങ്കിലേക്ക് പോയി വൗച്ചർ ഫില്ല് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പുള്ളിയോട് പറഞ്ഞു, 2000 അല്ല, അവർക്ക് ഇന്ന് 5000 രൂപ ആവശ്യമുണ്ട്, 5000 രൂപ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നോക്കിയപ്പോ 5000 രൂപ എന്റെ ഫോണിൽ ക്രെഡിറ്റ് ആയി. അദ്ദേഹം ഇട്ടാൽ 2000 രൂപ ഇടുള്ളൂ, പോയി 5000 രൂപ ആരായിട്ട്. ഞാൻ വല്ലാതെ ഇങ്ങനെ ഇച്ചു കഴിഞ്ഞപ്പോ ആ ദേവദാസൻ, ആ അങ്കിള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ ഇന്ന് പാസ്റ്റർക്ക് 5000 രൂപയുടെ എന്ത് ആവശ്യമായിരുന്നു? ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, 2000 അല്ല 3000 ചേർത്ത് 5000 മാറ്റിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു, അച്ഛാ ഇന്ന് ഞങ്ങൾ വാടക കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പൈസ ഇല്ലാതെ വീട്ടുടമസ്ഥരോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷേ കർത്താവ് നിങ്ങളെ അടുത്തിരിപ്പുണ്ട്. നിങ്ങളെ ചെറിയ സംസാരം പോലും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന നല്ല ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തനാണ്. ഞങ്ങളെ ഓരോ അനുഭവങ്ങളിൽ നിന്നും, ഞങ്ങളെ ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസ്തൻ. നാം വിശ്വസ്തരായിരുന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വിശ്വസ്തനായി തന്നെ ഹല്ലേലൂയ കർത്താവ് നമ്മോടൊപ്പം ചേർന്ന് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നല്ലൊരു കൂട്ടായ്മയുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 40 ദിവസത്തെ ഉപവാസമായിരുന്നു. ആ ഉപവാസത്തിൽ കഴിഞ്ഞ് ഇന്ന് എൻ്റെ പിതാവ് രക്ഷയിലാണ്, രക്ഷയുടെ അനുഭവത്തിലാണ്. അന്ന് ഉപദ്രവം സഹിച്ചുവെങ്കിൽ, അന്ന് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം ഞങ്ങൾ സഹിച്ചുവെങ്കിൽ, ആ കഷ്ടതയിൽ കൂടെ ഞങ്ങൾക്ക് ദൈവം തന്ന നന്മയെ കാണുവാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും കഴിഞ്ഞ ദിവസം കർത്താവ് ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് അവർ ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിപ്പുണ്ട്. പറഞ്ഞത്, കർത്താവ് നമ്മെ അനാഥരായി വിടുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. എൻ്റെ ഈ അനുഭവത്തിൽ കൂടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട്, എന്നെ കേൾക്കുന്ന തകർന്നിരിക്കുന്ന ബുദ്ധിമുട്ടിൽ കഴിയുന്ന ദൈവമക്കളോട്, അല്ലെങ്കിൽ ദേവദാസന്മാരോട്, അല്ലെങ്കിൽ ഞാൻ ഒരു സന്ദേശം പറയുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഒരു കാലത്ത് ഞാൻ ഇവിടുത്തെ വേല വിട്ടിട്ട് മടങ്ങി പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഫൈനലായി ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു വെച്ചു. ഇനി ഇവിടെ വേല ചെയ്യണ്ട, ഇനി കഷ്ടത സഹിക്കണ്ട, ഇനി മടുത്തു, കഷ്ടത സഹിച്ചു മടുത്തു, ഇനി ഇവിടെ വേല ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമാനമെടുത്തു. ഒരു ജനുവരി മാസം ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. മാർച്ച് മാസം കുഞ്ഞുങ്ങളെ എക്സാം ആകും. എക്സാമോടുകൂടി നമുക്ക് ഇവിടുന്ന് പോകണം എന്ന്. ഈ ജനുവരി മാസം, ഫെബ്രുവരി മാസം ഒരു ദേവദാസൻ ഭവനത്തിലേക്ക് കടന്നു വന്നു, പ്രാർത്ഥിച്ചു, താൻ മടങ്ങിപ്പോയി. മടങ്ങി പോകുന്ന വഴിക്ക് ഒരു പോക്കറ്റ് കലണ്ടർ എനിക്ക് തന്നു. ഈ കലണ്ടർ ഞാൻ മേടിച്ച് പോക്കറ്റിലിട്ട് ആ കർത്താവിന്റെ ദാസനെ
യാത്ര അയക്കുവാൻ ഗേറ്റ് വരെ കടന്നുപോയി. ഗേറ്റ് വരെ കടന്നു പോയിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഞാൻ തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് ഞാൻ ഈ കലണ്ടർ എടുത്ത് വായിച്ചു. കലണ്ടർ എടുത്ത് വായിച്ചപ്പോൾ ആ കലണ്ടർ എന്നോട് സംസാരിക്കുകയാണ്, പ്രിയ, നീ ഈ ദേശത്ത് നീ പാർക്ക, നീ ഈ ദേശത്ത് പാർക്ക. ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ആ വചനം എന്നോട് പറയുക, അല്ല, നീ ഈ ദേശത്ത് പാർക്ക, ഞാൻ നിന്നെ ഈ ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഞാൻ നിന്നതുകൊണ്ട് കർത്താവ് ഇന്ന് ഞങ്ങളെ സഹായിച്ചു. ഒരു യോസഫിനെ പോലെ കർത്താവ് ഞങ്ങൾ ഇവിടെ അയച്ചു. ഇന്ന് എന്റെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങൾ കൂടെ ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നു. അവര് 3 പെൺകുഞ്ഞുങ്ങളാണ്. ആ 3 പെൺകുഞ്ഞുങ്ങൾ കൂടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. എനിക്കിവിടെ 6 ഞങ്ങളേതായ 6 കുഞ്ഞുങ്ങൾ എനിക്കിവിടെ ഉണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളെ ചർച്ചിലെ ഹല്ലേലൂയ 2 മക്കൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. ഹല്ലേലൂയ 8 കുഞ്ഞുങ്ങൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾക്കത് സന്തോഷമാണ്. ഹല്ലേലൂയ. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് ഇതുവരെ കൊണ്ടുവന്നു. ഇതിൽ മഹിമ പറയുവാനോ പുകഴുവാനോ അഹങ്കരിക്കുവാനോ നിഗളിക്കുവാനോ ഒന്നുമില്ല. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം എല്ലാവരിലും വെളിപ്പെട്ട് വരട്ടെ. എനിക്ക് ഈ അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെയും കടപ്പാടിനെയും ഞാൻ അറിയിക്കുന്നു. ഈ അനുഭവ സാക്ഷ്യങ്ങൾ ഒത്തിരി പേർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഇത്രയും സമയം കർത്താവിന്റെ വചനം പറയുവാൻ, അങ്ങനെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ കർത്താവ് ജീവിതത്തിൽ അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, അരോമ ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ ഹല്ലേലൂയ കർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ, ദൈവത്തിന്റെ കൃപ പകരണമേ. തന്നിൽ കൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങൾക്ക് പ്രയോജനമുള്ള കർത്താവെ, അനേകായിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ സാക്ഷ്യങ്ങൾ പറയുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. സാക്ഷ്യങ്ങൾ പറഞ്ഞവർക്കായി സ്തോത്രം. ഇത് കേൾക്കുന്നവർക്കായി സ്തോത്രം. അത് എല്ലാവരുടെ ജീവിതങ്ങളിലും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമെന്ന് ഏകനയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നന്ദി. യേശുവിന്റെ അധികാരം നമ്മുടെ പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ സാജു ചെല്ലപ്പൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും, അവരും കേൾക്കട്ടെ. അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീട്ടിൽ കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.